നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ക്യുസാറ്റ് അലുമിനി അസോസിയേഷന്റെ നുണക്കഥകൾ പൊളിയുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ടെന്ന് ഷാഹിദ് അഫ്രീദി. പ്രമുഖ UAE ദിനപത്രമായ ഖലീജ് ടൈംസിനോടാണ് അഫ്രീദിയുടെ പ്രതികരണം. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. പച്ച പരവതാനി വിരിച്ചതെന്തിന്? സംഘാടകർക്ക് പ്രിയം രാജ്യവിരുദ്ധതയോ? നുണക്കഥകൾ പൊളിയുമ്പോൾ രാജ്യത്തെ ഒറ്റുന്ന മലയാളികളോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി പ്രിന്റു മഹാദേവ്, റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡോക്ടർ നുസ്രത് ജഹാൻ, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, എന്തായാലും ഇപ്പോൾ നുണക്കഥകൾ പൊളിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തീർന്നിരിക്കുന്നു. ഷാഹിദ് അഫ്രീദി ആ പരിപാടിയിൽ പങ്കെടുത്തതെങ്ങനെ എന്നുള്ളത് അഫ്രീദി തന്നെ വ്യക്തമാക്കിയതിലൂടെ അപ്പോൾ നുണക്കഥകൾ പൊളിയുന്നു. ഭാരതത്തെ വെല്ലുവിളിച്ച ആളെ സ്വീകരിച്ച് ആനയിച്ച കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ആസൂത്രിതമായൊരു നീക്കം തന്നെയായിരുന്നു എന്ന് തന്നെയല്ലേ ഏറ്റവും ഒടുവിലായി അനുമാനിക്കേണ്ടത്? ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി അതായത് ക്യുസാറ്റ് അലുമിനി അസോസിയേഷൻ അല്ലെങ്കിൽ ബിടെക് അലുമിനി അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി തെറ്റായിരുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമാണ് ഖലീജ് ടൈംസിന് ഷാഹിദ് അഫ്രീദി നൽകിയ അഭിമുഖത്തിൽ തെളിയുന്നത്. അപ്പം ഷാഹിദ് അഫ്രീദി ഇതിൽ ഒരു രീതിയിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം നടത്തുന്ന ഒരു ഫിറ്റ്നസ് ക്ലബ്ബാണ് പാഡ്, പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ്, അതിൽ നടത്തുന്ന ഒരു ഫിറ്റ്നസ് ക്ലബ്ബാണ്. ആ ക്ലബിലേക്ക് വരികയാണ്. അവിടെ മറ്റൊരു ചടങ്ങും സമാന്തരമായി നടക്കുന്നു. പാകിസ്ഥാൻ അസോസിയേഷൻ പാഡിൻ്റെ ഒരു പ്രമിസസിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംരംഭം നടക്കുകയാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അഫ്രീദി എത്തിയപ്പോൾ ഇവർ അഫ്രീദിയെ വിളിച്ചതല്ല, ഇരച്ചു കയറി അൺസോളിസിറ്റഡായി വന്നതാണ്. വിശദീകരണ കുറിപ്പിൽ അവർ പറഞ്ഞത് ക്യൂബ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ, അതിനെ ക്യൂബ എന്നാണ്, CUBAA, അവരുടെ വിശദീകരണത്തിൽ പറഞ്ഞത് ദേ മെയ്ഡ് എൻ എൻട്രി അൺസോളിസിറ്റഡ്. അത് നട്ടാൽ കുരുക്കാത്ത നുണയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഷാഹിദ് അഫ്രീദി പറയുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്, അവിടെ വന്നപ്പോൾ ആകസ്മികമായിട്ട് കണ്ടപ്പോൾ ക്ഷണിച്ചതാണ്, ക്ഷണിച്ച് ആനയിച്ച വേദിയിലേക്ക് കൊണ്ടുപോയതാണ്, ഉപഹാരം നൽകിയതാണ്, 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സംസാരിച്ചത്. ആ സംസാരം വളരെ വലിയ പുലിവാലായി മാറി. അഫ്രീദി തെറ്റൊന്നും ചെയ്തിട്ടില്ല. അഫ്രീദിക്ക് ക്ഷണം ലഭിച്ചു, അദ്ദേഹം പോയി സംസാരിച്ചു, മടങ്ങിപ്പോയി. പക്ഷേ ഔചിത്യബോധത്തിൻ്റെ ലെവലേശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥികൾ അത് ചെയ്യുമായിരുന്നില്ല. ഒന്ന്, ഇവിടെ പാകപ്പിഴകൾ, താളപ്പിഴകൾ തുടങ്ങുന്നത് PAD ഹോൾ ബുക്ക് ചെയ്യുമ്പോൾ മുതലാണ്. ലാഭകരമായി ഹോൾ ബുക്ക് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ആണ്ടിൽ ബുക്ക് ചെയ്ത അതേ ഹോളാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇത് പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഹോളാണ് എന്ന് മനസ്സിലാക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സ്ഥിതിഗതികൾ വല്ലാതെ വഷളായി. അതുകൊണ്ട് ആ ഹോളിൻ്റെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയും മറ്റൊരിടത്തേക്ക് അലുമിനി അസോസിയേഷൻ്റെ ഈ കലാപരിപാടികൾ മാറ്റുകയും ചെയ്യാനുള്ള ഔചിത്യബോധം അവർ കാട്ടണമായിരുന്നു. അത് കാട്ടിയില്ല. അത് നമ്പർ 1 മിസ്റ്റേക്ക്. 2, ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലും കടന്നു വരുന്നു. അവർ കടന്നു വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നൊരു സെൽഫി എടുക്കുന്നതോ അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് വാങ്ങുന്നതോ വലിയ ബാധകമായി കാണാനാവില്ല. പക്ഷേ അവരെ ഔപചാരികമായി ക്ഷണിക്കുകയും അവസാന നിമിഷമാണെങ്കിൽ പോലും പ്രോഗ്രാം ഷീറ്റ് ഇല്ലായിരുന്നു, കാരണം മുൻധാരണ പ്രകാരമല്ല. അതുകൊണ്ട് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് കരുതാനാവില്ല. പക്ഷേ ഔചിത്യബോധത്തിൻ്റെ വലിയ കുറവുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന ഓരോ വാക്കും അതിൽ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാവാം, ഭാഗ്യത്തിനുണ്ടായില്ല എന്ന് കറക്റ്റാണ്. പക്ഷേ അത് പാകിസ്ഥാൻ ആഘോഷിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു മൂള ഉണ്ടാക്കണമായിരുന്നു, അതിനുള്ള ഒരു യുക്തി ഉണ്ടാക്കണമായിരുന്നു. അത് കൃത്യമായി പാകിസ്ഥാൻ്റെ മാധ്യമങ്ങൾ ഈ വാക്കുകൾ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ഇതാ ഇന്ത്യക്കാർ വളരെ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകിയത്, ഇന്ത്യൻ ജനത ഞങ്ങളോടൊപ്പമാണ്, ഇന്ത്യൻ സർക്കാരിനും ചില കുൽസിത ബുദ്ധികൾക്കുമാണ് പാകിസ്ഥാൻ വിരോധം. ഈ ആശയം പെരുമ്പറ കൊട്ടി പാകിസ്ഥാൻ ആഘോഷിച്ചു. അവിടെയാണ് ഭാരതത്തിന് ചെറിയ തോതിൽ മുഖം നഷ്ടപ്പെട്ടത്. അതിനുള്ള ക്ലാരിഫിക്കേഷൻ അഫ്രീദിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇവിടെ വളരെ വലിയ പുലിവാലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി
ബിടെക് അലുമിനി അസോസിയേഷൻ പിടിച്ചിരിക്കുന്നത്. ഇനിയുള്ള ചോദ്യം, ഈ ഒരു അസോസിയേഷൻ്റെ പിന്നിൽ ആരെങ്കിലും കുൽസിത ബുദ്ധികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു ഇടത്ത് തീവ്ര വികാരമുള്ള ആരെങ്കിലും ഉണ്ടോ? തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് ഒരു ആകസ്മികമായി സംഭവിച്ചതിന് ഉപരിയായി 2-3 പേര് അത്യുത്സാഹം കാട്ടി സംഭവിച്ചതാണോ? അതോ കൃത്യമായ ആസൂത്രണത്തോടുകൂടി അഫ്രീദി അവിടെ വരുമെന്ന് അറിയാമായിരുന്നു, വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്മേളനത്തിൽ കൊണ്ടുവരാം, അങ്ങനെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇന്ത്യക്ക് അലോസരമുണ്ടാക്കും, അതുകൊണ്ട് ഇവർക്ക് തലയൂരി പോവുകയും ചെയ്യാം എന്ന ധാരണയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്തതിനെ വിമർശിച്ചത്. അതുകൊണ്ട് വിശദീകരണക്കുറിപ്പ് അബദ്ധ പഞ്ചാംഗങ്ങളായി ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ 2 പേരുടെ പേരുകൾ എടുത്തു പറയുന്നില്ല. അതിൽ ഞങ്ങളുടെ സംഘാടകർക്കോ അതിലെ അംഗങ്ങൾക്കോ ഇതിൽ യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഷാഹിദ് അഫ്രീദി ഏതാണ്ട് വളരെ വലിയ തെറ്റ് ചെയ്തു, ഇരച്ചു കയറി വരികയായിരുന്നു, അതിക്രമിച്ച് കടക്കുകയായിരുന്നു, ആ മട്ടിലുള്ള വിശദീകരണങ്ങളാണ്. അപ്പോൾ ഈ തെറ്റുകളെല്ലാം അല്ലെങ്കിൽ അബദ്ധങ്ങളെല്ലാം ഒന്നൊന്നായി പൊയ്മുഖങ്ങളെല്ലാം അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് രോഹിണി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ശ്രീ രാഹുൽ ഈശ്വർ, അത്ര നിഷ്കളങ്കമോ യാദൃച്ഛികമോ ആയ പ്രവൃത്തിയല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ? രോഹിണിജി, എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസ് സാറ് പറഞ്ഞതിന്റെ 99% നമ്മുടെ എല്ലാ മലയാളികളും അംഗീകരിക്കും. അദ്ദേഹം പറഞ്ഞാണ് അതിന്റെ ഫാക്ട്. ഞാനത് ആദ്യ ദിവസമേ പറഞ്ഞിരുന്നു. അതായത് അഫ്രീദിയെ വിളിക്കാൻ പോയ ആ വ്യക്തി, കൂടെ നിന്ന് സംസാരിക്കുന്ന വെള്ള ഷർട്ടിട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പറയാത്തത്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അപ്പം അവര് തന്നെ പറഞ്ഞു എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ഒപ്പം വിളിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ സംഘടനയിലെ ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ട് നിന്ന് വിളിച്ചതല്ലെന്ന് പറയുന്നത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു അപ്രോർ ഉണ്ടായി, വലിയ വിമർശനം ഉണ്ടായി. അപ്പൊ ഇവരൊക്കെ സാധാരണക്കാരാണ്, ഇവരെങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിലൊന്നും പെടുന്നവരല്ല. അപ്പൊ അവർ കള്ളം പറയുകയോ അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആരും വിളിച്ചില്ല, ഒരു വിവാദം ഉണ്ടാകുന്നതിന് മാറി നിൽക്കുകയോ ചെയ്തതാണ്. പ്രത്യേകിച്ച് അതിലെ പെൺകുട്ടികളടക്കം പല ആൾക്കാരും ഉണ്ട്. ഈ ക്യൂബ എന്ന് പേരേ ഉള്ളൂ. അതിന്റെ ടോപ്പിലിരിക്കുന്നവരെ നിങ്ങൾ വ്യക്തിപരമായി അന്വേഷിച്ചാൽ 1-2 നല്ല വലതുപക്ഷക്കാരോ അല്ലെങ്കിൽ ദേശീയവാദികളോ ഒക്കെയാണ് ആ ക്യൂബയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ. പാകിസ്ഥാനിൽ എന്ത് പറ്റിയെന്നവർ പറഞ്ഞാൽ ഷാഹിദ് അഫ്രീദിയുടെ നിലപാടുകളോടെല്ലാം നമുക്ക് വിയോജിപ്പാണ്. ഞാൻ മെയ് 13 ഷാഹിദ് അഫ്രീദിയെ കാര്യമായി കളിയാക്കി ഒരു വീഡിയോ ചെയ്തിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം ഷാഹിദ് അഫ്രീദിയെ ട്രോൾ ചെയ്തിരുന്നു. കാര്യം ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞൊരു റാലി നടത്തി. പാകിസ്ഥാൻകാർ പോലും ഒരു കോമഡി ആയിട്ടായിരിക്കും കണ്ടു കാണുക. കാര്യം ഇന്ത്യക്കാണ് മേൽക്കൈ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ എയർ ബേസുകൾ വരെ നമ്മൾ തകർത്തു, എന്നിട്ട് പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ഒരു റാലി നടത്താൻ ഷാഹിദ് അഫ്രീദിക്ക് വല്ലാത്തൊരു എന്താ പറയണേ കപട രാജ്യസ്നേഹമാണ് അല്ലെങ്കിൽ കപട ദേശീയതയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. പക്ഷേ ഷാഹിദ് അഫ്രീദി അപ്പുറത്ത് ഒരു ഗിന്നസ് പരിപാടിക്ക് വന്നു. മുൻകൂട്ടി കണ്ടതല്ല, ഇവർ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ പരിപാടിക്ക് കൂടെ കയറാമെന്ന് പറഞ്ഞു. ഷാഹിദ് അഫ്രീദി വന്നു. കേരളത്തിലെ ഫുഡൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഷാഹിദ് അഫ്രീദി കഴിച്ചിട്ട് പോലും കാണില്ല. ഒരു മര്യാദയ്ക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞു, ബൈ പറഞ്ഞു, പോയി. ഇത്രയേ സംഭവിച്ചുള്ളൂ. അപ്പൊ ഇതിന് നേരത്തെ മോഹൻ സാർ പറഞ്ഞതുപോലെ ഔചിത്യക്കുറവുണ്ട്, ഇനപ്രോപ്രിയേറ്റ് ആണ് എന്നൊന്നും പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെയുള്ള മുറവിളികൾ വന്നപ്പോൾ അവർ പേടിച്ചു പോയതാണ്. കാര്യം അവർ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കുന്ന വെറും സാധാരണക്കാരാണ്. അവരുടെ ജോലിക്ക് ജീവിതത്തിന് ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ച് അവരെങ്ങനെ പറഞ്ഞാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഇനി ഒരു കാര്യം കൂടെ, മതം വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതാണ്. പോയ 2 പേരും ഹിന്ദുക്കളാണ്. അവര് പ്രത്യേകിച്ച് ഒന്നും ആഴത്തിൽ ചിന്തിച്ചിട്ടുമില്ല. ഈ പോയ 2 ആൾക്കാർ, നമ്മുടെ ശ്രീജിത് പണിക്കർബായൊക്കെ ഇട്ട ഫോട്ടോ ഉള്ള 2 രണ്ടുപേരെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അവർ 2 അത്യാവശ്യം നല്ല ഹിന്ദുക്കളാണെങ്കിലും മറ്റേയാൾ അത്യാവശ്യം ഒരു വലത് സ്പിരിറ്റ് ഉള്ള ആൾ കൂടിയാണ്. ഇവരെ അവിടെ വെച്ച് കണ്ടു, വിളിച്ചു. അത് ദുബായിൽ സ്ഥിരം നടക്കുന്ന ഒരു കാര്യം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വിമർശന വിധേയമായി നിങ്ങൾ കാണിച്ചത് ഔചിത്യക്കുറവാണ്, തെറ്റാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിമർശിക്കുന്നത് നല്ലതാണ്. പക്ഷേ അവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം, അവരെ എന്താ പറയണേ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബാക്കി ജീവിതത്തിനും ജോലിക്കും ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്, നമ്മുടെ ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകും. തന്നെ നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ഇന്ത്യക്കാരാണ്. ആ ഒരു വികാരം അവർക്ക് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? സാഹചര്യം എന്തായിരുന്നു അപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള പ്രവൃത്തിയായിരുന്നില്ലേ? അപ്പോൾ അതെങ്കിലും അവർക്ക്, ആ ഔചിത്യബോധമെങ്കിലും അവർക്ക് കാണിക്കരുതായിരുന്നോ? കാരണം ഭാരതീയരാണ് നമ്മൾ എന്നുള്ളത്. പാകിസ്ഥാനെ നമ്മൾ വിലക്കിയിരിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞിരിക്കുന്നു, പഹൽഗാം ഭീകരാക്രമണത്തെ അതിശക്തമായി ഭാരതം അപലപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അവർ ഭാരത വിരുദ്ധത മാത്രം വിളമ്പുന്ന ഒരു വ്യക്തിയെ അവരുടെ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത്.
അതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അഫ്രീദി 2016 മുതൽ കാശ്മീരിന്റെ സ്വതന്ത്രമാകണമെന്ന് വാദിക്കുന്ന ആളാണ്. പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് അഫ്രീദിയെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം പാകിസ്ഥാന്റെ കൂടെ കാശ്മീർ ചേരണമെന്നല്ല, ആസാദ് കാശ്മീരിന് വേണ്ടി വാദിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചത് തീവ്രവാദ പുസ്തകം തന്നെയാണ്. ആസാദ് കാശ്മീരിലാണെങ്കിലും പാക് കാശ്മീരിലാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് കാശ്മീരും കാശ്മീരികളും നമ്മുടെയാണ്, നമ്മുടെ 1 ഇഞ്ച് മണ്ണ് നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടുള്ളവരാണ്. അഫ്രീദി അവിടെ നിൽക്കുന്ന എന്താ പറയുക, അഫ്രീദി ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. പുള്ളി ചെയ്യുന്ന തെറ്റാണ്. പാകിസ്ഥാൻ ജയിച്ചാലെന്ന് പാകിസ്ഥാനിലെ കുട്ടികൾക്ക് പോലും അറിയാം. ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം. പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട അവിടുത്തെ ലാൽ മസ്ജിദിലെ ഇമാം അടക്കമുള്ളവരാണ്. അവർ പറയുന്നുണ്ട് പാകിസ്ഥാനി ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റാണ്, ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ശരി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിലെ പ്രധാന ഇമാം പാകിസ്ഥാനിലെ യുവാക്കളോട് പറയുന്നത്, നിങ്ങൾ പാകിസ്ഥാനെ ഈ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യരുത്, പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് നമുക്ക് ദോഷം ചെയ്യുന്നത്, ഇന്ത്യൻ ഗവൺമെന്റ് അല്ല എന്ന്. അവിടുത്തെ ഒരുപാട് അങ്ങനെ മോഡറേറ്റ് വോയിസുകളുണ്ട്. ദുബായിലൊക്കെ പോയ പാകിസ്ഥാനി ഡ്രൈവേഴ്സ് ആണ് ഫുള്ള്. അവിടുത്തെ ടാക്സിയിൽ മുഴുവൻ പാകിസ്ഥാനി ഡ്രൈവേഴ്സാണ്. ഞാൻ പലരുടെയും വീഡിയോ എടുത്തിട്ടുണ്ട്. അവരിൽ 99% ഇന്ത്യയുടെ, അതായത് ഇന്ത്യ ഇതിന്റെ വിക്റ്റിമാണ്, തീവ്രവാദത്തിന്റെ വിക്റ്റിമാണ്, ഈ ദേശദ്ഗദ് അല്ലെങ്കിൽ ഈ തീവ്രവാദികളെന്ന് അവരെ അനാവശ്യമായി ഉപദ്രവിക്കുന്നതാണെന്ന് പറയുന്നവരാണ്. അപ്പോൾ അഫ്രീദിയെ അവർ കണ്ടപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടേ കണ്ടുള്ളൂ. അതിനൊരു അനൗചിത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ പാവങ്ങളാണ്, ഗൂഢാലോചനയൊന്നും നടത്തിയതല്ല, മുമ്പേ പ്ലാൻ ചെയ്ത് വിളിച്ചതല്ല, പെട്ടെന്ന് കണ്ടു വിളിച്ചു. ഇത്ര വലിയ പ്രശ്നമാവെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് അവർ അപ്പോളജി പറഞ്ഞുകൊണ്ട് ക്ഷമ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ നാട് കാണിക്കണം. അവരൊക്കെ ക്ഷമിക്കാനുള്ള, മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ നാട് കാണിക്കണം. ശരി, ശ്രീ പ്രിന്റു മഹാദേവ്, അത്ര ലളിതമായി ലാഘവത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒരു പ്രവൃത്തി തന്നെയാണോ ഇത്? അല്ല, ഇതിനെ ഒരിക്കലും നമുക്ക് വളരെ ലളിതമായിട്ടോ, വർഗീസ് സാർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രഖ്യാപിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ട് അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹത്തിനെ വ്യാഖ്യാനിച്ചത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അങ്ങേയറ്റം ഇന്ത്യ വിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കൂട്ടർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾക്ക് ഇപ്പോഴും അതിനകത്ത് ആശങ്കയും, ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ അഫ്രീദി വരുന്നു, ഒരു സുപ്രഭാതത്തിൽ അഫ്രീദിയെ വിളിക്കുന്നു, അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഭും ഭും എന്ന് പറഞ്ഞുകൊണ്ട് ആവേശോജ്വലമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. അത് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആണോ? രാജ്യം പെഹൽഗാം പോലെ ഒരു ആക്രമണത്തിൻ്റെ മുൾമുനയിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഈ ആളുകൾക്കുണ്ടാകുമ്പോൾ ഇവരെ ഈ നിസ്സഹായരായിട്ടുള്ള പാവങ്ങൾ എന്ന് വിളിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഒരു സംശയം വേണ്ട, ഇത്തരക്കാർ എല്ലാ കാലഘട്ടത്തിലും ഈ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പർവേഷ് മുഷറഫ് പറഞ്ഞു, ഞങ്ങൾ ഇനി ഇന്ത്യക്കകത്ത് ചെയ്യുന്ന വലിയൊരു പ്ലാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ആ സ്ലീപ്പർ സെല്ലുകൾ വിജയിച്ചതിൻ്റെ ഉദാഹരണമാണ് പെഹൽഗാം പോലെയുള്ള രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിൻ്റെ മുന്നിൽ നിൽക്കിക്കൊണ്ട് രാജ്യം മുഴുവൻ പാകിസ്ഥാനെതിരെ പടപൊരുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ളത് അവസാനിക്കാതെ ഇന്നും നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് നോക്കണം, ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് ആളൊരു സെലിബ്രിറ്റി മാത്രം, ഒരു ക്രിക്കറ്റ് ജീവിതം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ജീവിതം വ്രതമാക്കിയിരിക്കുന്നത് തന്നെ ഹിന്ദു വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും അതോടൊപ്പം തന്നെ അന്ധമായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മതഭീകരവാദിയാണ് ഈ ഷഹീദ് അഫ്രീദി. അങ്ങനെയുള്ള ഒരു അഫ്രീദിയെ ഇത്തരത്തിലൊരു വേദിയിലേക്ക് വരുത്തിക്കൊണ്ട് അതിനെ ലളിതവൽക്കരിക്കുന്നതിന് ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ അവിടുത്തെ ഹിന്ദു ക്രിക്കറ്റ് കളിക്കാരായിട്ടുള്ള ഡാനിഷ് കനേരിയ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ അനവധി പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാരുമായിട്ട് ഞാൻ നിരന്തരമായി ബന്ധമുണ്ട്. എന്നെ അങ്ങേയറ്റം മതപരമായി ദ്രോഹിച്ചിട്ടുള്ള, എന്നെ മതപരമായിട്ട് വേർതിരിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഷഹീദ് അഫ്രീദിയാണ്. അദ്ദേഹത്തിന് മുസ്ലിം അല്ലാത്ത ഒരാളെ കാണുന്നത് പോലും വെറുപ്പാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു പൊതുവേദി വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത കൊടുക്കുകയല്ലേ ഈ പറയുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ ചെയ്തത്? ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു അവർക്ക് വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ആളുകളാണ്, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനാണ്, ഹിന്ദു നാമധാരികളാണ്. അങ്ങനെ ഹിന്ദു നാമധാരികളായതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധരാകില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഈ രാജ്യത്തിൽ അനവധി ആളുകളുണ്ട്, അത് മാവോയിസ്റ്റുകളായിക്കോട്ടെ. ഇപ്പോൾ നേരത്തെ ഒരു യൂട്യൂബറാണ് നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ ഒറ്റിക്കൊടുത്തത്, അവർ ഹിന്ദു നാമധാരിയാണ്. അപ്പം ഹിന്ദു നാമധാരി ആയതുകൊണ്ട് നമ്മൾ അവരെ ക്ഷമിക്കണം എന്നുള്ളതൊന്നുമില്ല. ഇവിടെ കൃത്യമായി നടന്നത് രാജ്യവിരുദ്ധയാണ്, രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. രാജ്യദ്രോഹ
രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻവോൾവ്. കാരണം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിൽ പല മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് മാധ്യമ മേഖലയായിക്കോട്ടെ, പല ആളുകൾ പല വ്യക്തികളെയും സ്വാധീനിക്കുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് കൊണ്ട് ഒരു ക്യൂബ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു പ്രവാസി ഓർഗനൈസേഷനെ ചട്ടുകമായി പ്രവർത്തിച്ചതിന് പിന്നിൽ ആരാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പിന്നിലെ കരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നോക്കണം, നമ്മൾ നോക്കണം, ഹമാസ് ഭീകരവാദിയായിട്ടുള്ള ആൾക്ക് കോഴിക്കോട് സ്വീകരണം കൊടുത്ത ആളുകളാണ് ഇവിടെയുള്ളത്, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് പാകിസ്ഥാന്റെ സ്ലീപ്പർ സെല്ലുകൾ പല രീതിയിൽ ഈ രാജ്യത്താകമാനം അകത്തും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവർ എല്ലാ കാലഘട്ടത്തിലും രാജ്യവിരുദ്ധയും രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് ചെയ്തുള്ളത്. അങ്ങേയറ്റം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോട് ഈ രാജ്യത്തിന് പൊറുക്കാൻ സാധിക്കില്ല, അവർക്ക് മാപ്പ് പറയാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ഒരു സംശയമാണ്, അവരെ പാസ്പോർട്ട് അടക്കം പാസ്പോർട്ട് അടക്കം റദ്ദാക്കി എന്നെ പോലെ അന്വേഷണം നടത്തി ഇവർ രാജ്യദ്രോഹികളാണെങ്കിൽ തുറങ്കിലടയ്ക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ ഇസ്ലാമിക ഭീകരവാദിയായിരുന്ന ഫയാസ്, ആ ഫയാസ് തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞത്, പരപ്പനക്കാടിക്കാരൻ മുസ്ലിം വനിത പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന ഭീകരവാദിയുടെ മയ്യത്ത് കാണണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു ആയിക്കോട്ടെ, വലതായ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളായിക്കോട്ടെ, അതുകൊണ്ടൊക്കെ ഈ രാജ്യദ്രോഹിക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. അതെ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരൊറ്റ നിലപാടിൽ നിൽക്കുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നീക്കം നടത്തിയേ മതിയാകൂ എന്നുള്ളതാണ്. നുസ്രത് ജഹാൻ, ഇവിടെ അഫ്രീദിയുടെ നിലപാട് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അഫ്രീദിയെ ക്ഷണിക്കുമ്പോൾ ഭാരത പൗരന്മാർ എന്നുള്ള രീതിയിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയും ഉണ്ടായിരുന്നു. അതിനുശേഷം മലക്കം മറിയുന്ന കാഴ്ച വളരെ രസകരമായി തന്നെ നമ്മൾ കണ്ടതാണ്. അതിനടുത്തുള്ള ഹൗളിൽ വന്നു, തങ്ങൾ ക്ഷണിച്ചു, ഇങ്ങനെയൊക്കെ. പക്ഷേ ക്ഷണിക്കുമ്പോൾ പോലും നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ബോധം അവർക്ക് ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഭാരതം ഒരു വലിയ ഭീകരാക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. ഭാരതത്തിന് ഉള്ളിലുള്ള ശത്രുക്കളെ നമ്മൾ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രവൃത്തി മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിലൊരു ഗൂഢാലോചന സംശയിക്കത്തക്കത് തന്നെയല്ലേ? ഇപ്പോ ഇവരൊക്കെ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. കാരണം രാഹുൽ പറഞ്ഞ കേട്ടു, ഇപ്പോ നമ്മൾ അവരെ ഒരു മനുഷ്യരല്ലേ, നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരായതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിന്റെ പ്രയാസം. 26 ആൾക്കാരെ മതം നോക്കിയിട്ട് വെടിവെച്ച് കൊന്ന ഒരു ഇന്ത്യയിൽ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പല ഭടന്മാരെയും നമ്മൾക്ക് നഷ്ടപ്പെട്ടു. ഇന്ത്യന്റെ ഇതിനു പോലും ഇത്രയധികം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സമയത്ത് അവർക്ക് ഈ ഇവർ ബിടെക് പഠിച്ച അലൂമിനീസ് ആണെന്ന് പറയുന്നു. ഈ ബിടെക് പഠിച്ചപ്പോ അവരെ തലയിൽ എന്താ മണ്ണായിരുന്നോ? ആ പാവങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളതാ, ഇവരിതെല്ലാം പഠിച്ച് ഇവിടുന്ന് പോകുന്നത് ദുബായിൽ വലിയ നിലയിൽ ജോലി ചെയ്ത് അവിടെ നിൽക്കുമ്പോ അവർക്ക് മനസ്സിലാവൂലേ ഈ ഷഹീദ് അഫ്രീദി എന്ന് പറഞ്ഞ ആള് എന്നും ഒരു ഇസ്ലാമിക് ഭീകരവാദം മുഴക്കിയിട്ടുള്ള ആളാണ്. ക്രിക്കറ്റിൽ അയാൾ വേൾഡ് ഐക്കണാണ്. നമ്മൾക്കും അയാളെ ഇഷ്ടം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കളിക്കാരനെയും കലാകാരനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരെന്നെ എല്ലാവരും, ആർക്കും അതിലൊരു എതിർപ്പുമില്ല. പക്ഷെ ഇയാളുടെ വാക്കുകള് ഇപ്പൊ യുദ്ധത്തിൽ പോലും അതൊന്നും വായിക്കാത്തവരാണോ ഈ ബിടെക് ഒക്കെ പഠിച്ച് എന്താ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നത്? എനിക്ക് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ള ശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. ഇതാണ് ഒരു മഹാപുരുഷനോട് ഭാരതത്തിനെ പറ്റി ചോദിച്ചിട്ടുള്ളപ്പോ പറഞ്ഞേ, ഗുരുക്കന്മാരെ ഗുരു ശിഷ്യ ബന്ധത്തിന് ഏറ്റവും അധികം മൂല്യം കൽപ്പിക്കുന്ന ഗുരു ശിഷ്യ ബന്ധം. അവൻ ഗുരുവാണ് മുമ്പില് ദൈവത്തിന് അവൻ ശ്രമിക്കുന്നത് വരെ ഗുരുവാണ് അവന്റെ മുമ്പിലെ ദൈവം. ഇത് പഠിപ്പിച്ച പരമ്പര അത് ഭഗവാനിൽ തുടങ്ങി ശങ്കരാചാര്യയിൽ പോന്ന് നമ്മുടെ ആചാര്യന്മാരിലൂടെ നമ്മൾ പറഞ്ഞു കേട്ട വിദ്യാഭ്യാസമുള്ള ഒരു രാജ്യത്തിന്റെ ഇന്ത്യ പകുതിയാക്കി തിരിച്ച് അവർ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് കൊണ്ടുപോയപ്പോ ഇന്ത്യന്റെ സംസ്കാരത്തിലൂടെ നിലനിൽക്കുന്നു. ഡെമോക്രസി എന്ന് വിളിക്കാൻ കാരണം ഡെമോക്രസി തന്നെയാണ്. സെക്യുലറിസം നമ്മുടെ ഡെമോക്രസി കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അന്ന് സെക്യുലറിസത്തിന്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യ എല്ലാരെയും സ്വീകരിച്ച ഒരു രാജ്യമാണ്. സനാതന ധർമ്മത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ നമുക്ക് ജാതി മതഭേദമില്ലാതെ ദൈവത്തിന്റെ ലോകോ സുഖിനോ ഭവന്തു ആ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ ലോകത്ത് എവിടെയില്ല.
ഇതൊരു സംസ്കാരമായിട്ടുള്ള ഒരു മതമായിട്ടുള്ള എല്ലാ അബ്രഹാമിക് റിലീജിയനിലും വന്നപ്പോ ഈ ഷഹീൻ അഫ്രീദി വരെ വായിച്ച, ഞാനും വായിക്കുന്ന ഖുർആനിലുള്ളതൊക്കെ പണ്ട് കാലത്ത് തൊട്ടിട്ടേ ഈ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ രാജ്യത്തിന്റെ ഒരു മൂലഗ്രന്ഥമായ വേദത്തിലൂടെ വന്ന നമ്മൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായി, എത്രയും ഇപ്പൊ സയൻസിനാണ്, സയന്റിഫിക്കിനാണ്, എല്ലാത്തിനും പുണ്യം എന്ന് പറഞ്ഞിട്ട് ഇവര് പഠിച്ചത് എന്താ? ഇവരെയൊക്കെ പഠിപ്പിച്ച് വിടുന്നത് എന്താ? അതും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവരാര് പഠിപ്പിച്ചു? കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ പിന്നിലുള്ള കഥകൾ ഇപ്പൊ അടുത്ത ദിവസം കേൾക്കാനിടയായി. അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടിട്ടില്ലെങ്കിലും കേന്ദ്രത്തിന് ഇതിന് പറ്റി നല്ല നിരീക്ഷണം വേണം. JNU പോലെയും ഒക്കെ ആയിരുന്നുള്ള ഒരു കോളേജ് ആണെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇതുവരെ നമ്മളൊന്നും അത് സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. അവിടെ വാർത്ത് കൊണ്ടുവരുന്ന ജന്മങ്ങളെ മനസ്സിൽ ഇപ്പൊ രാഹുൽ ഹിന്ദുവാണ്, മനുഷ്യനാണ് ഒന്നും പറഞ്ഞിട്ട് പിന്നെ എന്താണ് മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്, എല്ലാവരും ഉണ്ട് ആ ടീമില്. പക്ഷെ അതില്ല. പക്ഷെ നമ്മൾ കാണുന്ന നമ്മളെ പിന്നെ പ്രതിപക്ഷ നേതാവ് പോലും ഒരു ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എനിക്കറിയില്ല, എന്തായാലും മുസ്ലിം അല്ലല്ലോ. അദ്ദേഹം പോലും എന്താ പറയണേ, ഈ സിന്ദൂർ ഓപ്പറേഷനെ പറ്റിയിട്ട് അതാണ് ശരിക്കും അതിനുള്ള ഉത്തരം കൊടുത്തത് ഇന്ത്യൻ ആർമിന്റെ ഹെഡ് കൊടുത്തു. ഞങ്ങളുടെ ഡ്യൂട്ടി ഈസ് ടു അച്ചീവ് ദ ഗോൾസ്, നോട്ട് ടു ദ കൗണ്ട് ദ ഡെഡ് ബോഡീസ് ഡിയർ. അപ്പൊ ഇത്ര പോലും വിവരമില്ലാത്ത ഒരു സംസ്കാരത്തിലൂടെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും പോകുമ്പോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഇത് ജാതിയല്ല, മതമല്ല, ഇത് ദേശീയത തന്നെയാണ്, ഈ ദേശീയതയ്ക്ക് ഒപ്പം നിൽക്കാണ്ടിരിക്കാൻ പറ്റൂല, ഇത് തെറ്റാ. പിന്നെ ഷഹീൻ അഫ്രീദി വിളിക്കാണ്ട് കയറി വന്ന് പറയണേ ഒരിക്കലും നമ്മൾക്ക് ഇപ്പൊ അയാൾ പറയാതെ തന്നെ നമ്മൾ ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വേൾഡ് ഐക്കണല്ലേ. അയാൾ പോയിട്ട് ഓടി കയറി ഒരു സ്റ്റേജിൽ വരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ആ വീഡിയോ കണ്ടതല്ലേ. ആ വീഡിയോയിൽ വന്ന് അവരുടെ പാസ്പോർട്ട് റദ്ദാക്കാനൊന്നും നമ്മളിപ്പോ വിളിച്ചു പറഞ്ഞോണ്ടൊന്നും, അതിനൊക്കെ നിയമങ്ങളുണ്ട്. മോഹൻ വർഗീസ് സാറിന് എന്നെക്കാളും അധികം അത് പറഞ്ഞുതരാൻ പറ്റും. പെട്ടെന്ന് ഒരാളെ പാസ്പോർട്ട് അന്യദേശത്ത് ഇരിക്കണവരെ കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ വേദിയിലെത്തിയവരും ആ അഫ്രീദിനെ കണ്ടപ്പോണ്ടായ ആകാംക്ഷയും സന്തോഷവും എന്തായിരുന്നു? തലേ ദിവസം വരെ ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ പട്ടാളത്തിനെതിരെ വെല്ലുവിളിച്ച് ഒരുത്തനെ വിളിച്ചിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആരായാലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഈ 31st മെനിഞ്ഞാന്ന് പോലും ഇന്ത്യന്റെ ബൗണ്ടറീസിൽ മോക്ക് ഡ്രിൽ നടന്നിട്ടുണ്ട്. എത്ര കോസ്റ്റാണ് ഇന്ത്യൻ ആർമി, ഇന്ത്യ ഗവൺമെന്റ് ചെലവാക്കുന്നത് എന്തിനു വേണ്ടി? ശത്രുക്കളെ തുരത്താ. ഇതൊക്കെ നമ്മൾ തിന്നേണ്ട പൈസയാണ് നമ്മളെ രാജ്യത്തെ. ഇവർക്ക് വേണ്ടി ചെലവാക്കുമ്പോ ഇത് മനസ്സിലാക്കാന് ബിടെക് ഒന്നും വേണ്ട, സ്കൂളിലൊന്നും പോണ്ട, ബുദ്ധി വേണം. ബുദ്ധി അതാണ് വേണ്ടത്. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്കറിയാം ആ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ച രാജ്യങ്ങളായിരുന്നു തുർക്കിയും അസർബൈജാനും. അവിടെയുള്ള യാത്ര, വിനോദയാത്രകൾ പോലും നിരോധിക്കുകയല്ല, പകരം അതിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ധാരാളം ഭാരതീയർ അതിൽ നിന്ന് പിന്മാറി, ടൂർ ഓപ്പറേറ്റേഴ്സ് അതിൽ നിന്ന് പിന്മാറി. ഇവരൊക്കെ ഭാരതത്തോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് അതിലൂടെ ലക്ഷ്യം വെച്ചത്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഭാരത സർക്കാർ നമ്മളോടൊക്കെയായി പറഞ്ഞത്. വലിയ രീതിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുമുണ്ട്. സസൂക്ഷ്മം തന്നെയാണ് അതിർത്തി ഗ്രാമങ്ങളടക്കം ഭാരത സൈന്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചത് എന്നുള്ളത് തന്നെയല്ലേ ഗൗരവതരമായ വസ്തുത. ഇവിടെ വിദ്യാസമ്പന്നരാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. പകരം ഇവർ ചെയ്ത പ്രവൃത്തി, ഭാരതം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമയത്ത്, കശ്മീർ ജനത പോലും പാകിസ്ഥാൻ മൂർദാബാദ് വിളിക്കുന്ന ഒരു സമയം, അവിടെയാണ് ഭാരതത്തിനെതിരെ മാത്രം വാതുറക്കുന്ന ഈ ക്രിക്കറ്ററെ ഇത്ര വലിയ രീതിയിൽ ആനയിച്ചു കൊണ്ടുവന്ന് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഔചിത്യബോധമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതിൻ്റെ സംഘാടകരിൽ ആർക്കെങ്കിലും കൃത്യമായ ഒരു ഉദ്ദേശം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം വന്നാൽ നമുക്കത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ ഈ പശ്ചാത്തലത്തിൽ. അങ്ങനെ ഒരു സംശയം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. ഇതേ സംശയം തന്നെയാണ്. നോക്കൂ, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഭാരതം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടർക്കി, അസർബൈജാൻ മുതലായ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഉൾപ്പെടെ, ടൂർ പാക്കേജുകൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ടൂർ ഓപ്പറേറ്റേഴ്സ് സഹകരിച്ചു. നമ്മുടെ വലിയ രീതിയിലുള്ള ഇന്ത്യയുടെ ഡയസ്പോറ, ഇന്ത്യൻ വംശജർ, ഡയസ്പോറ എന്ന് പറയുമ്പോൾ അതിനെ മൂന്നായി വേണമെങ്കിൽ തിരിക്കാം. ഒന്ന്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സായ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ പാസ്പോർട്ട് നിലനിർത്തിക്കൊണ്ട്
അവരായിരിക്കുന്ന ഇടങ്ങളിലെ പാസ്പോർട്ട് ലഭിക്കാത്ത ആളുകൾ അവർ ഇന്ത്യൻ പൗരന്മാരാണ്, അവർ തിരിച്ചു വരേണ്ടവരാണ്. അത് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ഇന്ത്യൻ വംശജരായ ആളുകൾ ഈ തലമുറയോ അതിന് മുൻപോ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇടങ്ങളിലേക്കോ കുടിയേറി അവിടങ്ങളിലെ പൗരത്വം സ്വീകരിച്ച് ആ രാജ്യങ്ങളുടെ പൗരന്മാരായിരിക്കുന്നവർ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിനാണ്. അവർ ഇന്ത്യൻ പൗരന്മാരല്ല, പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിനാണ്. അതേപോലെ തന്നെ ഇന്ത്യയുമായി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വംശജരായിരുന്ന ആളുകൾ ഒരുപക്ഷെ ഈ ലേബർ ആവശ്യത്തിന് വേണ്ടിയോ യൂറോപ്യൻ വംശജർ പല ഇടങ്ങളിലേക്കായിട്ട് കൊണ്ടുപോയിട്ടുള്ളവർ, അതുപോലെ മലേഷ്യ സിംഗപ്പൂർ ഭാഗത്തേക്ക് പണ്ട് പോയിട്ടുള്ള ആളുകൾ, അതുപോലെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഗയാന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയവർ, മൗറീഷ്യസ്, ഫിജി, സുരിനാം ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് പോയവർ, ഇവരെല്ലാം ഇന്ത്യൻ വംശജരാണ്, അതത് രാജ്യങ്ങളിലെ പൗരന്മാരാണ്. ഇതെല്ലാം തന്നെ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിഭാഗങ്ങളാണ്. ഇവരുടെ എല്ലാം ഗുഡ് വിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഇപ്പോഴത്തെ ആണിക്കല്ലെന്ന് പറയുന്നത് സോഫ്റ്റ് പവർ ഡിപ്ലോമസിയാണ്, മൃദുശക്തി നയതന്ത്രം. ആ മൃദുശക്തി നയതന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഡയസ്പോറ. ആ ഇന്ത്യൻ ഡയസ്പോറ ഇന്ത്യയെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും അവരായിരിക്കുന്ന രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഡയസ്പോറ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. അപ്പോൾ പാകിസ്ഥാനും ഇതേ കാര്യമറിയാം. ലോകത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ ഡയസ്പോറ ഉള്ളത് ചൈനയ്ക്കല്ല, ഇന്ന് ഭാരതത്തിനാണ്. അത് ഇന്ത്യയുടെ അഭിമാനമാണ്. അത് ഇന്ത്യക്കുള്ള അനന്തമായ അവസരങ്ങളുടെ കലവറയാണ് ഈ ഡയസ്പോറ തുറക്കുന്നത്. ആ ഒരു പോയിന്റിലാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗൂഢശക്തികൾ, അത് പാകിസ്ഥാനാകാം, മറ്റു ചില റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങളാകാം, ആ ഡയസ്പോറയിലേക്ക് നടത്തുന്ന കടന്നുകയറ്റങ്ങളുടെ ആദ്യ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. അവിടെ ബൂം ബൂം അഫ്രീദി എന്ന് വിളിച്ചത് ഒരുപക്ഷെ ഒരു മാസ് ഹിസ്റ്റീരിയ കൊണ്ടാണ്. അതിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം ആളുകളും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുന്ന രീതിയിലൊന്നും ചിന്തിച്ച് കാണില്ല. പക്ഷേ ചില ബുദ്ധികളെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ്റെ, ബിടെക് അസോസിയേഷൻ്റെ ചില അംഗങ്ങളെങ്കിലും, ഭാരവാഹികളാകാം, സാധാരണ അംഗങ്ങളാകാം, ചില അജണ്ടകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ആ അജണ്ട വളരെ എളുപ്പം ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരിക. ഇവർക്ക് നന്നായിട്ടറിയാം ഇവർ വിഡ്ഢികളൊന്നുമല്ല, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല വിവരമുള്ള, ആഗോള മാധ്യമങ്ങൾ ആരിച്ചുപെറുക്കി വായിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർ എഞ്ചിനീയേഴ്സ് ആണെന്ന് ഓർക്കണം, ബിടെക് ഹോൾഡേഴ്സാണ്, ചിലർ എംടെക് ആണ്, ചിലർ ബിടെക് ആണ്. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത കുറവൊന്നുമില്ല. അവർക്കറിയാം ഷാഹിദ് അഫ്രീദിയുടെ മുൻകാല പ്രസ്താവനകൾ ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകളാണ്. ഒരുപക്ഷെ ഷാഹിദ് അഫ്രീദിക്ക് ഇമ്രാൻഖാനെ പോലെ തന്നെ ഭാവിയിൽ പാക് രാഷ്ട്രീയത്തിൽ ഒരു കൈ, അടുത്ത ഇന്നിങ്സ് പാക് രാഷ്ട്രീയത്തിലാകും എന്ന ഒരു സൂചന ഉണ്ട്. കാരണം അതുകൊണ്ടാണ് കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, അതുപോലെ ഇന്ത്യയെ തരം കിട്ടുമ്പോഴെല്ലാം തന്നെ പരിഹസിക്കുന്ന നിലപാട്. ഇവിടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രഹാസം ഇളക്കുന്ന ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യ പരിഹസിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഈ ആക്രമണ പരമ്പര അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ ആക്രമണം അത് വെറും ഓലപ്പാമ്പായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ചില ജൽപ്പനങ്ങൾ. അതേപോലെ തന്നെ ഇന്ത്യയുടെ 8 ലക്ഷം വരുന്ന സൈനികർക്ക് ഒരു 26 ജീവൻ രക്ഷിക്കാൻ പഹൽഗാമിൽ സാധിച്ചില്ലേ, പിന്നെ നിങ്ങൾ എന്ത് സൈന്യമാണ്? ആ രീതിയിൽ നടത്തിയ പ്രസ്താവനകൾ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രിൻസ് സൂചിപ്പിച്ച ഈ ഡാനിഷ് ഖനേറി, അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ സ്പിന്നറായിരുന്നു, ഹിന്ദുവാണ്. അപ്പം അദ്ദേഹം എത്രത്തോളം പീഡനമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഡ്രസ്സിംഗ് റൂമുകളിൽ അനുഭവിച്ചിരുന്നത് എന്ന് തുറന്ന് പുറത്ത് പറയുന്ന ആളാണ്. ആ പീഡനം നടത്തിയവരിൽ, വിവേചനം കാട്ടിയവരിൽ, ഡാനിഷ് ഖനേറി എന്ന ഹിന്ദുവിനോട് വിവേചനം കാട്ടിയവരിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നത് ഇദ്ദേഹത്തിനാണ്, ഷാഹിദ് അഫ്രീദിക്കാണ്. അവിടെ വർഗീയമായി അല്ലെങ്കിൽ മതപരമായി മാത്രം ചിന്തിക്കുന്ന കുൽസിത ബുദ്ധിയുടെ ഉടമ അതാണ് ഷാഹിദ് അഫ്രീദി. അത് ഉമർ ഗുലിനെ കുറിച്ച് അത്രയൊന്നും പറയാനാവില്ല. പക്ഷേ ഷാഹിദ് അഫ്രീദിയുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. അദ്ദേഹം നല്ലൊരു ഓൾറൗണ്ടറാണ്, നല്ല സ്പിന്നറാണ്, നല്ല ഹിറ്ററാണ്, നല്ലൊരു ബാറ്റ്സ്മാനാണ്, ഒക്കെ ഒരു വെട്ടിക്കെട്ട് ബാറ്റ്സ്മാനാണ്. അതെല്ലാം നല്ല കാര്യം. അതൊക്കെ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല. ഷാഹിദ് അഫ്രീദി ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. കാരണം എന്താ, പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് ഏറ്റവും ഭംഗിയായി നടക്കുന്നത്
സ്പോർട്സ് താരങ്ങളും ഒക്കെ രംഗത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന അഫ്രീദിയാണ് ഓരോ ശ്വാസത്തിലും രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരമായ സ്പർദ്ധ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒരാളെ വിളിച്ച് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും സൂചിക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ വിഭവങ്ങൾ എനിക്കിഷ്ടമാണ്. അദ്ദേഹം ഒരിക്കൽ പോലെ രുചിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അത് പൊളിറ്റിക്കലി കറക്റ്റായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം ആ സദസ്സിനെ ഒന്ന് കയ്യിലെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ കയ്യിലെടുക്കുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇന്ത്യക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡാമേജ്, അത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുക കൂടെ ചെയ്തപ്പോൾ ഇന്ത്യക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളുമാണ് ഷാഹിദ് അഫ്രീദി. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായ ഒത്തുകളിയാണെന്ന് പറയാനാവില്ലെങ്കിലും സിറ്റുവേഷണൽ എത്തിക്സ് അനുസരിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഏതോ ഒരു 1-2 ചിന്തകൾ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് അലുമിനി അസോസിയേഷനുകളുണ്ട് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, ഈ അലുമിനി അസോസിയേഷൻ്റെ മറവിൽ. അപ്പം ചെറിയ എളിയിടത്തെ വാദം കോച്ചുന്നൊരു പ്രമാണമുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെയുള്ള സംഘടനകളുടെ, ഇന്ത്യൻ ഡയസ്പോറ സംഘടനകളുടെ ചിറകിലേറി അതിൻ്റെ മറവിൽ ഇന്ത്യ വിരുദ്ധത. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നടക്കുന്ന ആക്രമണ പരമ്പര അല്ല 1000 കട്ട് പോളിസി. അത് തീവ്രവാദികളെ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം മാത്രമല്ല, 1000 കട്ട് പോളിസി. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ 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 മുറിവുകളും ഇന്ത്യയെ വേദനിപ്പിക്കും. ഒരുപക്ഷെ ആഴത്തിലുള്ള മുറിവുകളാണ് ആത്യന്തികമായി ഇത് വ്രണമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറ ഇന്ത്യൻ ഡയസ്പോറ ആണ്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ ഡയസ്പോറയിലെ ആളുകൾ വിരുദ്ധമായ സ്വരം സംസാരിക്കുന്ന ഓർത്ത് നോക്കൂ, അവർ അമേരിക്കൻ പൗരന്മാരാണ്. അപ്പം അവരെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. ഇനിയുള്ള ആണ് കാതലായ ചോദ്യം. ഈ ഇന്ത്യൻ ഡയസ്പോറയെ അല്ലെങ്കിൽ ദുബായിലെ ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ ഭാരവാഹികളെയും അവിടെ കൂടിയ ആളുകളെയും ഷാഹിദ് അഫ്രീദിയെ ആനയിച്ച് സംസാരിപ്പിച്ച ആളുകൾക്കെതിരെ എന്ത് തരം നടപടികൾ എടുക്കാൻ സാധിക്കും? ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് കൂടി ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ റെജി, ക്യുസാറ്റ് അലുമിനി അസോസിയേഷന്റെ നുണക്കഥകൾ പൊളിയുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് അവർ പറഞ്ഞതിൽ നിന്ന് ഘടകവിരുദ്ധമായി തന്നെ ഷാഹിദ് അഫ്രീദി പറയുന്ന ഒരു പ്രസ്താവന. അതായത് ഇവർ ക്ഷണിച്ചിട്ട് തന്നെയാണ് താൻ ആ വേദിയിലേക്ക് എത്തിയത് എന്നുള്ളത്. അത് UAE പ്രമുഖ ദിനപത്രമായ ഖലീജ് ടൈംസിനോടാണ് അഫ്രീദിയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിൽ ആരായിരുന്നു കള്ളം പറയുന്നത് എന്നുള്ളതാണ്. ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചു വരുത്താൻ തക്കവണ്ണമുള്ള രാജ്യവിരുദ്ധ മനോഭാവം ഇതിൽ ആർക്കായിരുന്നു? ആർക്കാണെന്നുള്ള അന്വേഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. എന്തായാലും അവർ ചെയ്തത് കടുത്ത ദേശവിരുദ്ധതയാണ്. തന്നെയുമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇയാളെ വിളിച്ചു വരുത്തി ചെണ്ടയെ കൊട്ടി മാധ്യമങ്ങൾ അവിടെ അണിനിരന്നിരുന്നു. വേദിയിലേക്ക് കയറിയ ഉടനെ ആദരവോടുകൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അയാൾക്ക് മൈക്ക് കൊടുത്ത് സംസാരിക്കുക. അയാൾ പറഞ്ഞ ആദ്യത്തെ വാചകം ഞെട്ടിച്ചുകൊണ്ട് അയാൾ എന്താ പറഞ്ഞ, ആ ധിക്കാരം അയാൾക്ക് ഉള്ള അങ്ങനത്തെ ധിക്കാരം പറയാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഈ കമ്മ്യൂണിറ്റി അല്ലേ. ഞാനൊരു ഇന്ത്യ വിരുദ്ധനാണെങ്കിലും കേരളത്തെ എനിക്ക് ഇഷ്ടമാണ്. കേരളത്തിന്റെ ഭക്ഷണം വന്നു ആരോടെ സംസാരിക്കുന്നത്? കേരളം എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര രാജ്യമല്ലല്ലോ. കേരളം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റില്ല. അപ്പൊ ഇന്ത്യക്കാരെയാണ് അയാൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യക്കാരുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ രാജ്യത്തിനോട് വിരുദ്ധ മനോഭാവമുള്ളവരാണ്, ഇന്ത്യ വിരോധിയാണെന്ന് പറയാൻ അവസരം കൊടുത്തിട്ട് ഇവരാരും അതിനെക്കുറിച്ച് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇവര് ഈ പറയുന്ന സംഘടന, ഈ ക്യൂബ എന്ന് പറയുന്ന സംഘടന, ക്യൂബയല്ല, അവരുടെ അവിടുത്തെ ചില സംഘടനകളിലെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ തീരുമാനം എടുത്താണ് ഞാൻ അറിയുന്നത്. അത് തിരുവനന്തപുരം തന്നെയുമല്ല, ക്യൂബ അസോസിയേഷന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാലോ, CUBAA. അത് പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അസോസിയേഷൻ അലുമിനി. അവിടെ എങ്ങനെയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരാൾ ഇതിന്റെ ഭാരവാഹി ആയിട്ടിരുന്നത്, വൺ മിസ്റ്റർ ദീപു. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതെന്തായാലും ഓട്ടെ, അവരുടെ വിശാല മനസ്കൃതിയായിരിക്കും. പക്ഷേ ഈ അഫ്രീദി പിന്നെ ഞങ്ങൾ അറിയാതെയാണ് കടന്നു വന്നെന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധമല്ലേ? അതെങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ ഒരു വ്യക്തി നമ്മുടെ ഒരു ഇന്ത്യൻ സംഘടന നടത്തുന്ന ഒരു പരിപാടിയിൽ ഇടിച്ചു വന്ന് കയറുന്നത്? ഒട്ടും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. തന്നെയല്ല, അയാൾ ഖലീജ് ടൈംസിനോട് പറഞ്ഞ് ഞാനും വായിച്ചു, വെബ്സൈറ്റില് കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നു, എന്നെ ക്ഷണിച്ചിട്ടാ പോയെന്ന് പറഞ്ഞിരിക്കുന്നു. അയാൾ ക്ഷണിക്കാതെ ഇവിടെ വരാൻ പറ്റത്തില്ല, കാരണം അയാൾക്ക് സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. പിന്നെ എങ്ങനെ അയാളോട് വന്ന് കയറുന്നത്? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദിവസം, അതായത് തന്നെയുമല്ല, വേറൊരു ദിവസം പിന്നെ ഇവരോടുള്ള എതിർപ്പിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഇത് നമ്മുടെ പെഹൽഗാം സംഭവം, തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവര് ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് പിന്നെ ഈ ഹാളിൽ, അത് അവിടെ കമ്മീഷന്റെ ഹാളാണ്, സ്വാഭാവികമായിട്ടും റെന്റ് കുറഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്നത്, അതിനൊന്നും തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സംഭവം നടക്കുന്നത് ഈ പെഹൽഗാം പിന്നെ ആക്രമണത്തിലും അല്ലെ ഈ പിന്നെ നമ്മുടെ തീവ്രവാദി ആക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവരെ ഹാള് മാറ്റാതിരുന്നത്?
ഇനി പോട്ടെ അവർ ഹാള് മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്നുണ്ട് വാദത്തിൽ നമുക്ക് അതും അംഗീകരിക്കാം. പക്ഷെ അവിടെ ഇന്ത്യ വിരുദ്ധത എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഷാഹിദ് അഫ്രീദിയെ എന്തുകൊണ്ട് ഒരു സ്വീകരിച്ചു കയറ്റി ഇനി രണ്ടാമത് ഇനി ഇടിച്ചു കയറിയാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ശതമാനം പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല. ആണെങ്കിൽ പോലും സർ വി ആർ വെരി സോറി, ഇത് ഇവിടെ ഈ ഇന്ത്യയായിട്ടൊരു സംഘർഷം നിലനിൽക്കുമ്പോൾ സാർ ദയവായിട്ട് ഞങ്ങളുടെ ഹോളിൽ വന്ന പ്രശ്നം ഉണ്ടാവും, ദയവായിട്ട് അങ്ങ് പിന്മാറണമെന്ന് പറയാനുള്ള ആർക്കും ഇവർ എന്തുകൊണ്ട് കാണിച്ചില്ല? ഇവർ കാണിക്കേണ്ടതല്ലേ? അതൊന്നും ഒരിക്കലും അസംഭാവ്യമാണ്. കാരണം അങ്ങനെ സെക്യൂരിറ്റിയോടെ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്താ, ഇയാള് നമ്മുടെ സേനയെ അപമാനിച്ചിരിക്കുന്നു. ആര്? ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി. അയാൾ പറഞ്ഞെന്താണ് ഈ സിന്ധൂരും ആക്രമണത്തിന് ശേഷം ഫൈറ്റിന് ശേഷം അയാൾ പറഞ്ഞത് ഇന്ത്യൻ സേന വീക്കാണ്. 8 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സേന, 7-8 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സേന കാശ്മീരിന് കാവൽ നിൽക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തീവ്രവാദികളെ വളർത്തി ആ തീവ്രവാദികളെ കൊണ്ട് ഇന്ത്യക്കാരെ വെടിവെച്ചു വന്നിട്ട് കാലങ്ങളായിട്ട് പാകിസ്ഥാന്റെ തലയിൽ ചാരുന്ന അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ നമ്മുടെ എന്താ പറയാ സൈന്യത്തിന് തിരിച്ചടി കൊടുത്തുന്നു, ഇന്ത്യൻ സേന വീക്കാണെന്ന് പറഞ്ഞ് അയാള് വിജയാഘോഷം നടത്തിയിരിക്കുന്നത് കറാച്ചി ഉൾപ്പെടെ 8 സ്ഥലങ്ങളിൽ ഇന്ത്യക്കെതിരെ ആഘോഷ പ്രകടനം നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരാളെ ഈ സംബോധന ശേഷം ഇവർക്ക് ക്ഷണിച്ചു വരുത്താൻ എങ്ങനെ ഒരു ധൈര്യം വന്നു? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു പക്ഷേ ഈ ഹാള് ബുക്ക് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇയാളെ ഇൻവൈറ്റ് ചെയ്ത് കൂട്ടിക്കോ, അന്ന് ഈ സംഘർഷമില്ല. അങ്ങനെ പോലും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അയാൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത് കൂടാണ്ട് തന്നെ ഇന്ത്യക്കെതിരെ നടക്കുന്ന ഏത് കളിയിലും ഇയാൾ അസ്വസ്ഥനായിരുന്നു ഈ അഫ്രീദി. അയാള് സ്ഥിരമായിട്ട് രാജ്യത്തിനെതിരെ എന്റെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കൊടുക്കുന്ന ശിക്ഷ കടുത്തതായിരിക്കണം. കാശ്മീരിനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് അന്തർദേശീയ വേദികളിൽ പോയി പ്രസംഗിച്ച ആളാണ് ഈ ഷാഹിദ് അഫ്രീദി. അപ്പൊ എങ്ങനെ ഇവർക്ക് ധൈര്യം വന്ന് ഇയാളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്? അതൊരു വലിയ ചോദ്യചിഹ്ന. അതായത് ഇപ്പൊ ഇവിടെ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടു, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം, അവരെ ഡീപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനും പറഞ്ഞ ഒരാളാണ്. കാരണം അവരിനി ഒരിക്കലും നമ്മുടെ പ്രതിനിധികളായിട്ട് ആ രാജ്യത്ത് പോരുത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞതാ, അവരെന്നെ പതിവായിട്ട് വിളിക്കുന്നത്. പറഞ്ഞതെന്താ അറിയോ? UAE ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ മുഴുവനും അസ്വസ്ഥരായിരിക്കുന്നു ഇവരുടെ ഈ പ്രവർത്തനങ്ങളിൽ. അവർക്ക് തന്നെ നാണക്കേടായിരിക്കുന്നു. എന്തുകൊണ്ടാ? പാകിസ്ഥാൻ ഗവൺമെന്റും പാകിസ്ഥാൻ മീഡിയയും ഇത് ലോകവ്യാപകമായിട്ട് മാർക്കറ്റ് ചെയ്യുക. ഇന്ത്യൻ കമ്മ്യൂണിറ്റി പാകിസ്ഥാനൊപ്പമാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ പ്രിയങ്കരനായ ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഗില്ലിനെയും വിളിച്ചു വരുത്തി അവർ ആദരിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ നയം, അവിടുത്തെ പൊതുസമൂഹം, ഇന്ത്യൻ ജനത പാകിസ്ഥാനൊപ്പമാണെന്ന് പറയുന്നതിനെ കൂടുതൽ അപമാനം നമ്മുടെ രാജ്യത്ത് വരാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി മറ്റൊരു പ്രത്യേകത പറയാം. 5 ഡെലിഗേഷൻ 45 രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ എടുത്ത നിലപാടും പാകിസ്ഥാനോട് പ്രതികരിച്ചതും അപ്പൊ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് യോഗം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് 45 രാജ്യങ്ങളിൽ. അതിൽ CPM-ന്റെ ജോൺ ബ്രിട്ടാസ് ഉണ്ട്, കോൺഗ്രസിന് ശശിധരനുണ്ട്, ബഹുമാനപ്പെട്ട ET മുഹമ്മദ് മുസ്ലിം ലീഗിനുണ്ട്. അവരെ പോലും അപമാനിച്ചില്ലേ? ഈ സന്ദർശിക്കുന്ന രാജ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങള് പാകിസ്ഥാനൊപ്പമാണല്ലോ, പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ട് വരണമെന്ന് ചോദിച്ചാൽ ലജ്ജാകരമായി തലവലിക്കേണ്ട വരികയല്ലേ? അതിന് അവസരം അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ജോൺ ബ്രിട്ടാസ് ഉത്തര കൊറിയയിലെ പോയി അവിടുത്തെ ഗവൺമെന്റിന്റെ അധികാരികളുമായിട്ട് ജോൺ ബ്രിട്ടാസ് നമ്മുടെ ഇന്ത്യൻ ഡെലിഗേറ്റ്സിൽ അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്കിലുണ്ട്. അത് വായിക്കുമ്പോൾ കോരിത്തെരിച്ചു പോകും. ഇതുപോലെ തന്നെ പനാമ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി നമ്മൾ ശശിധരൻ എന്താ പറഞ്ഞത് ആലോചിച്ചേ. അത് അങ്ങനെ അത് നമ്മുടെ നമ്മുടെ കനിമൊഴിയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയൊക്കെ പോയതെല്ലാം അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഈ രാജ്യങ്ങൾ നമുക്കെതിരെ വിരൽ ചൂണ്ടിയാലോ? ഈ മലയാളി കമ്മ്യൂണിറ്റി ചെയ്ത് ഉയരുന്ന ചോദ്യം താങ്കളിലേക്ക് എത്താൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിന് മറുപടി ഉണ്ടോ? ഇവിടെ ഭാരതത്തിന്റെ പ്രതിനിധി സംഘം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വസ്തുത വിശദീകരിക്കുകയാണ്. അപ്പോഴാണ് മലയാളി അസോസിയേഷന്റെ ഭാഗത്ത് ഈ നീക്കമുണ്ടായത്. താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പാവം പ്രവാസി മലയാളികളാണ്, ഇവർക്കെതിരെ ഒരു നടപടിയും വേണ്ട എന്ന് പറഞ്ഞത്? കാര്യം ഇതൊരു നീക്കം ഒന്നുമല്ല, ആകസ്മികമായി അവിടെ കണ്ടു, അവര് വിളിച്ചു, അതാണ് എന്റെ സത്യം. ഞാനിത് ആദ്യമേ പറഞ്ഞതാണ്. കാര്യം അവരോട് വിളിച്ചു ചോദിച്ചു, അവരെന്നോടും പറഞ്ഞത് ഞങ്ങൾ അറിയാതെ വന്നതാണ്. അത് കേട്ടപ്പോഴേ എനിക്ക് കള്ളമാണെന്ന് മനസ്സിലായി. ഇപ്പൊ എല്ലാം മുമ്പും ഞാൻ പറഞ്ഞു, അവർ ഈ വിവാദം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഭയന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഈ കാര്യങ്ങളില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ശ്രീ പ്രിൻഡോ മഹാദേവ് ജി സൂചിപ്പിക്കുകയുണ്ടായി, പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിസത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടെന്ന്.
ആ ഇസ്ലാമിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ മതസൗഹാർദ്ദവും ഒരുമയാണ്. അതായത് നമ്മൾ ഓർക്കേണ്ടത് പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയ എന്താ പറയുക ഹെഡായിരുന്നു മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയുടെ മോളായ ദീന വാദിയ പോലും സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിൽ പോയില്ല. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്താണ് നിന്നത്. ഓർക്കണം, സ്വന്തം അച്ഛനാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ്, എന്നിട്ട് ദീനാവാദിയ പാകിസ്ഥാനിൽ പോയില്ല, ഇന്ത്യയിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ദേശീയതയുടെ ശക്തി. അവിടെയാണ് കഴിഞ്ഞ ഫെബ്രുവരി 20, 2020 തോന്നുന്നു, പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി പറയുന്നുണ്ട്, നമുക്ക് നാഷണലിസം അല്ല വേണ്ടത്, പാട്രിയോട്ടിസമാണ്. നമുക്ക് ഒരു സങ്കുചിത ദേശീയതയല്ല, നന്മയുള്ള രാജ്യസ്നേഹമാണെന്ന് വേണമെന്ന് പറയുന്നത്. അവിടെയാണ് മോദിജി, അതായത് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം കേൾക്കുന്നത് ഇന്ത്യ വിശ്വഗുരുവാണെന്നാണ്. മോദിജിയാണ് ആ പിച്ചു മാറ്റി ഇന്ത്യ വിശ്വബന്ധുവാണ് എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നത്. അപ്പം നമ്മൾ ഇൻക്ലൂസീവാണ്, സ്വീകരിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ഷാഹിദ് അഫ്രീദിയുടെ നിലപാടിനെ ശക്തമായി തള്ളിക്കളയും, ഷാഹിദ് അഫ്രീദിയെ ട്രോൾ ചെയ്യും, നമ്മൾ ഷാഹിദ് അഫ്രീദിക്ക് പൊങ്കാല കയറിയിടും. പക്ഷെ ഷാഹിദ് അഫ്രീദിയെ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ വിളിച്ച ഇവർക്ക് ദോഷം ചെയ്യണമെന്ന് പറയുന്നതിന് നമുക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മൾ സ്വയം ചിന്തിക്കണം. ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹം പേരടക്കം പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല, ആ പേര് പറഞ്ഞ ആളടക്കം അപ്പുറത്തൊരു സെലിബ്രിറ്റി വന്നു. ദുബായിൽ പലപ്പോഴും പരിപാടി നടക്കുന്നത് എങ്ങനെയാ, അവർക്ക് അനൗചിത്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അവർക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയൊന്നുമില്ല, അതിന്റെ പിന്നിൽ പർപ്പസ്ഫുള്ളി ഇന്ത്യയെ കരിവാരിത്തേക്കണമെന്നൊന്നുമില്ല. അവരപ്പം ഷാഹിദ് അഫ്രീദിയെ കണ്ടില്ലെങ്കിൽ വിളിക്കത്തോലുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ നെയിം ചാർട്ടിലോ പ്രോഗ്രാം ചാർട്ടിലോ ഷാഹിദ് അഫ്രീദിയുടെ പേരുണ്ടോ? ഷാഹിദ് അഫ്രീദി അവിടെ ഇരിക്കുമെങ്കിലും ചെയ്തോ? ഷാഹിദ് അഫ്രീദിയെ വിളിച്ചു, ഓടി വന്ന് കയറി എല്ലാവരോടും ഹായ് പറഞ്ഞു പോയി. അത് കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇതിന്റെ പിന്നിലൊരു പ്ലാൻഡ് അജണ്ട ഒന്നുമില്ല. അപ്പൊ നമ്മുടെ അവിടുത്തെ ആൾക്കാരെ അവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണമെന്നോ ഡീപോർട്ട് ചെയ്യണമെന്നോ ഒക്കെ പറയുന്നത് സാധാരണ കുട്ടികളെയും കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ നാഷണലിസം അല്ല, പാട്രിയോട്ടിസമാണ്. നമ്മുടെ പാട്രിയോട്ടിസത്തിന്റെ ഭാഗമാണ് ദുബായിലെ മലയാളികളും. അപ്പൊ അവരെയും കൂടെ തള്ളി പറയേണ്ടതല്ല. അവർക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ജാഗ്രത കുറവ് പറ്റി, ശ്രദ്ധ കുറവ് പറ്റി, അവരെ ശാസിക്കാനോ വിമർശിക്കാനോ നമുക്ക് പോകാം. പക്ഷേ അവരെ ഏതെങ്കിലും രീതിയിൽ ശിക്ഷ നേരിടണമെന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഒരു രാജ്യസ്നേഹം എന്ന് പറയുന്നത് ആ മോഡലിലുള്ളതല്ല, ഇൻക്ലൂസീവായി പോകുന്നതാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ മറുപടി എന്താണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ആക്കിയത് ആരാണ്? നമ്മുടെ ഭാരതരത്ന മഹാനായ വാജ്പേയിജിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം അങ്ങനെ ചേർത്ത് നിർത്തുന്ന രാജ്യമാവും? ഒന്ന് മോദിജിയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. ആദ്യമാണ് ഇന്ത്യ എന്നൊരു പ്രധാനമന്ത്രി പാലസ്തീനിലും ഇസ്രായേലിലും പോയി രണ്ട് രാജ്യങ്ങളുടെയും പരമോന്നത ബഹുമതി നേടുന്നത്. അറബ് രാജ്യങ്ങളുമായി ലോക ചരിത്രത്തിലെ ഏറ്റവും ഇന്ത്യയുടെ മികച്ച ബന്ധം മോദിജി വന്നതിന് ശേഷമെന്നാണ് വിശ്വപൗരനായ ശശി തരൂർ പറയുന്നത്. അപ്പോ ആൾക്കാരെ ചേർത്ത് നിർത്തുക, ഇവർക്കൊരു തെറ്റ് പറ്റി അവരെ വിമർശിക്കുക. മാധ്യമങ്ങളടക്കം ആഘോഷിക്കുകയാണ് ശ്രീ രാഹുൽ. ശ്രീ പ്രിന്റു മഹാദേവ്, ലോകത്തെ ഏറ്റവും വലിയ വിപത്താണ് ഭീകരത. അത്തരത്തിലുള്ള ഭീകരരെയും മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ. അതിലെ ഒരു ക്രിക്കറ്റർ ഭീകരതയെ മാത്രമല്ല, ഒരു കായിക താരം എന്നതിലുപരി ഭാരതത്തിനെതിരെ മാത്രം വാതുറക്കുന്ന ഒരു കായിക താരം കൂടിയാണ്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഒരു തട്ടിലേക്ക് ഇവരെ മാറ്റി നിർത്തുമ്പോൾ മറുഭാഗത്താണ് ക്യുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഈ ക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഇവർ 3 പേരും ഒരേ തട്ടിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഒരു ജാഗ്രത കുറവ് എന്നൊക്കെയുള്ള ലളിതവൽക്കരണം നമുക്ക് എത്രത്തോളം യോജിക്കുന്നതാണ്. കാരണം ആ ജാഗ്രത കുറവാണ് പാക് മാധ്യമങ്ങൾ ഇന്ന് പരമാവധി ഉപയോഗിക്കുന്നത്. മറ്റു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ പേര് ചീത്തപ്പേരാക്കുന്ന തരത്തിലുള്ള ഒരു ജാഗ്രത കുറവിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഗൂഢാലോചനയുണ്ടായിരുന്നു, ആസൂത്രിത നീക്കമുണ്ടായിരുന്നു. ആ അസോസിയേഷനിലുള്ള എല്ലാവരുമല്ല, പക്ഷേ അഫ്രീദിയെ ക്ഷണിച്ചു വരുത്തി അഫ്രീദിക്ക് ജയ് വിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ, അതും ഈ സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ ചില കുബുദ്ധി കേന്ദ്രങ്ങൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് 100% കൃത്യമാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഇതിന് രാഹുൽ ഈശ്വർ അതിനെ വേറൊരു രീതിയിൽ വളരെ ലളിതവൽക്കരിക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്നറിയില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചില ശക്തികളോട് അദ്ദേഹത്തിന് അവരുടെ തലോടൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന രാഹുൽ ഈശ്വർ അല്ല ഇപ്പോൾ കണ്ട് ചാനൽ ചർച്ചകൾ പറയുന്നത്. അതിലങ്ങേട്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വിഷമുണ്ട്. അദ്ദേഹത്തിന് ഒരു 10 വർഷം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ നയവും ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തലോടലിന് വേണ്ടി അദ്ദേഹം സർസംഘചാലകൻ്റെ ആയിക്കോട്ടെ, നരേന്ദ്രമോദിയുടേതായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പറയും, ഇസ്ലാമിക ഭീകരവാദികളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളോടോ പാകിസ്ഥാനോടോ സന്ധി ചെയ്തുകൊണ്ട് ഉണ്ടാക്കേണ്ടതല്ല ഇന്ത്യയുടെ മതേതര പാരമ്പര്യം.
അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള ഒരു പറ്റം സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഇന്ത്യൻ സൈന്യം നേരിടുന്ന സമയത്ത് ഷഹീദ് അഫ്രിയെ പോലെയുള്ള മതഭീകരവാദി വന്നുകൊണ്ട് നമ്മുടെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹം ബൂം ബൂം വിളിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു സദസ്സ് തന്നെ ഒരുങ്ങി നിൽക്കുമ്പോൾ അത് ഈ രാജ്യത്തിന് തന്നെ നാണക്കേട്, മലയാളിക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചില അജണ്ടകൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്, എല്ലാ മേഖലകളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകാറുണ്ട്. ആ സ്വാധീനത്തിൽ പെട്ടുപോയി എന്ന് ഞാൻ കരുതുന്നത്, വ്യക്തിപരമായി ഞാൻ കരുതുന്നത്, രാഹുൽ ഈശ്വർ ഞാൻ അങ്ങനെ വ്യക്തിപരമാണ്, അത് എൻ്റെ തെറ്റാണെന്ന് അറിയാം, ഞാൻ കരുതുന്ന ആളാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായ തലോടൽ വിധമായിക്കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കെണിയിൽപ്പെട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. ഈ രാഹുൽ ഈശ്വറിനെ പോലെ ഇത്തരത്തിലുള്ള സംഘടനകളും കെണിയിൽപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് സംശയിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ രാഹുൽ ഈശ്വർ ആദ്യമായിട്ട് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇസ്ലാമിന് അനുകൂലമായി ചിന്തിച്ചൊരു വിഷയം ഹാദിയ വിഷയം മുതലാണ്. ഹാദിയ വിഷയത്തിനകത്ത് കൃത്യമായി ഹിന്ദു സമൂഹത്തെ കൃത്യമായി വഞ്ചിച്ചുകൊണ്ടാണ് അന്ന് ഇസ്ലാമിക ഭീകരവാദികൾ കൃത്യമായിട്ട് ഒരു കേരളത്തിലാകമാനം ഒരു അവസരം ഒരുക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളെ പോലും കൃത്യമായി അജണ്ടയ്ക്കനുസരിച്ച് വീഴ്ത്താൻ ഈ ഒരു സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈ സംഘടന ഓർഗനൈസേഷന്റെ പേര്, നിങ്ങൾ എന്താ ഓർഗനൈസേഷന്റെ പേര്? ആ ഓർഗനൈസേഷൻ ഇട്ട പേരിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ ഓർഗനൈസേഷൻ്റെ ആളുകളുടെ സ്വഭാവത്തിൻ്റെ ഘടന. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള വക്താക്കളാണ് ഉള്ളത്. ഒന്ന് ദാരുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ, ഒന്ന് ദാരുൽ ഹറബിൻ്റെ വക്താക്കൾ. ദാരുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി അതിനുവേണ്ടി സായുധ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജിഹാദിന് ശ്രമിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ദാരുൽ ഇസ്ലാമാണ് പാകിസ്ഥാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ദാരുൽ ഹറബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമികമായിട്ടുള്ള മതഭീകരവാദ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ഇന്ത്യയുടെ ഒരു തിരിച്ചടി അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദാരുൽ ഇസ്ലാമിനെതിരെയുള്ള ദാരുൽ ഹറബായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ആക്രമണമാണ്. ആ ആക്രമണത്തിനെ ഇവിടെ നോക്കൂ, ഞാൻ പറയാം, ഇപ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പലസ്തീൻ വിഷയത്തിൽ ഈ കേരളത്തിലാകമാനം ഇസ്ലാമിക സംഘടനകൾ നടത്തിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വലിയ പ്രതിഷേധങ്ങൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ. നമാസിലടക്കമായ പലസ്തീൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പിന്നീട് പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ചില നാമമാത്രമായ പ്രസ്താവനകളിൽ മാത്രമാണ് ഇസ്ലാമിക സംഘടനകളുടെ പ്രസ്താവനകൾ. ആ പ്രസ്താവനകൾ ഒതുങ്ങി. എവിടെയെങ്കിലും നിങ്ങൾ പ്രതിഷേധം കണ്ടിരുന്നോ? ഇന്ത്യയും പാകിസ്ഥാനും കൃത്യമായിട്ടൊരു യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്തും കൃത്യമായിട്ടൊരു നിലപാട് ഇവിടുത്തെ ഇസ്ലാമിക ശക്തികൾ, ഭീകരവാദികൾ അല്ലെങ്കിൽ മത സംഘടനയിൽപ്പെട്ട ആളുകൾ എടുത്തിട്ടില്ല. അപ്പം ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാം കൃത്യമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്, പ്രവാസികൾക്കിടയിൽ ഇടപെടുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഇടുന്നുണ്ട്. അവർ പലപ്പോഴും പല ആളുകളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. അത് രാജ്യവിരുദ്ധമാകുന്നു. അതുകൊണ്ടാണ് തുക്കട ഗ്യാങ് ഉണ്ടാകുന്നു. ആ തുക്കട ഗ്യാങ് വിളിച്ചത് JNU യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പൊ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ രാജ്യത്തിന്റെ പണം കൊണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ, എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ് ഇവരൊക്കെ എഞ്ചിനീയർമാരായിട്ട് വലിയ രീതിയിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ആളുകളായിട്ട് ഈ പറയുന്ന ദുബായിൽ നിൽക്കുന്നത് എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ് ഇവർ പഠിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന് നികുതി പണം കൊണ്ടാണ്. രാജ്യത്തിന്റെ നികുതി പണം കൊണ്ട് പഠിച്ച് പാസ്സായിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവർ രാജ്യത്തിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ച് പൂമാലയിട്ട് സ്വീകരിക്കുമ്പോൾ അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശശുദ്ധിയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ദേശസ്നേഹത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അല്ല, അതല്ലേ പറഞ്ഞ ഇവർ ഒരു പുതിയ രീതിയിലുള്ള ഒരു മതേതര വ്യാഖ്യാനാണ്. അതാണ് ഈ പറഞ്ഞ ഇരവാദമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ട് ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ വിഷയം ഉണ്ടായെന്ന് വയ്ക്കുക. ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ പലസ്തീനികളായിട്ടുള്ള 100,000 പേർ കൊല ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ നടത്തിയുള്ള വലിയൊരു ആക്രമണമാണ്. അതിന്റെ തിരിച്ചടിയാണ് ഈ സ്വാഭാവികമായിട്ട് ഇന്ന് ഹമാസിനകത്ത് നടത്തുന്ന പിഞ്ച് പൈതങ്ങളെ അടക്കം നടത്തിയുള്ള നിഷ്ഠൂരമായിട്ടുള്ള കൂട്ടക്കൊല. പക്ഷെ ഒരിക്കലും ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കില്ല. ഇന്ത്യയുടെ ആക്രമണം കൃത്യമായിട്ട് പാകിസ്ഥാനകത്ത് ഉണ്ടാവുന്ന സമയത്ത് അത് പെഹൽഗാം, അപ്പോഴും പറയും നമുക്ക് വേണ്ടത് സമാധാനമാണ്. നോക്കുക, ഇവരുടെ വ്യാഖ്യാനം എങ്ങനെയാണ്? ലോകത്ത് സമാധാനം വേണ്ടേ? സമാധാനം, നമ്മളിങ്ങനെ സമാധാനം പറഞ്ഞിട്ടാണ് നമ്മുടെ രാജ്യത്തിന് ഈ ഗതിയുണ്ടത്. ലോകത്ത് ഒരാൾ പറയുന്നതിനേക്കാൾ മുമ്പ് ലോക സമസ്ത സുഖിനോ ഭവൻ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ നെഞ്ചത്ത് കയറി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊക്കെ തന്നെ ഈ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ ഭിന്നമാക്കാൻ നടക്കുന്ന ആളുകളോട് നമുക്ക് എങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും?
അങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന, അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്ത ആളുകൾ പറയുന്നത് ഈ തീവ്ര ഹിന്ദുത്വ ദേശീയവാദികളാണ്. അങ്ങനെ ഹിന്ദുത്വ തീവ്ര ദേശീയവാദയോ ദേശീയവാദമോ ഒന്നുമില്ല. ദേശത്തിൽ ഒറ്റ വാദമേ ഉള്ളത്, രാഷ്ട്രവാദമാണ്. ഈ രാഷ്ട്രത്തിന്റെ അഭിമാനത്തിന് പോറലേൽക്കുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തി പ്രവർത്തിച്ചാൽ പോലും അത് രാജ്യവിരുദ്ധതയാണ്. ഒരു സംശയവും വേണ്ട, അത് രാജ്യവിരുദ്ധതയാണ്. ഇപ്പൊ ഞാൻ സത്യത്തിൽ ഈ ചർച്ചയിൽ പോലും റെജി ലൂക്കസിന്റെ ഒരു പൊതുവായിട്ടുള്ള എൻ്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ചർച്ചകൾ അദ്ദേഹത്തിന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു സത്യത്തിൽ അദ്ദേഹം ഈ ആളുകൾക്ക് അനുകൂലമായിട്ട് ഒരു സോഫ്റ്റ് കോർണറിൽ സംസാരിക്കുന്നത്. അദ്ദേഹം വ്യക്തവും ശക്തമായി കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ഇപ്പൊ നോക്കൂ, ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യുദ്ധത്തിൽ പോലും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരു സമയത്ത് പോലും നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പോലും പഹൽഗാം ആക്രമണത്തിന് ശേഷം കൃത്യമായിട്ട് ഈ രാജ്യത്തിന് അനുകൂലമായി നിലപാടെടുത്തു. അതുകൊണ്ടാണ് ഇപ്പൊ ജോൺ ബ്രിട്ടാസ് അടക്കം, നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, ജോൺ ബ്രിട്ടാസ് അടക്കം ഈ സംഘത്തിലുണ്ടെന്ന്. അത് ചരിത്രത്തിൽ ആദ്യമാണ്. കാരണം രാജ്യസ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും പഠിക്കുന്നു, അവർ രാജ്യത്തിന്റെ ഭാഗമാകുന്നു. ടി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ ആളുകൾ, കാരണം മുസ്ലിം ലീഗിന്റെ ഉത്ഭവം തന്നെ നമുക്കൊരു പാകിസ്ഥാൻ വാദത്തിൽ നിന്നാണ്. ആ പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായി നിന്നിരുന്ന ഈ മുസ്ലിം ലീഗിന്റെ ആളുകൾ പോലും ടി മുഹമ്മദ് ബഷീർ പറയും സംഘത്തിലാകുന്നു. അപ്പോൾ ഒരു പറ്റം മലയാളികൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിനെതിരെ, രാജ്യത്തിന് ആത്മാഭിമാനം തകർക്കാൻ വേണ്ടി ബോധപൂർവ്വം ഒരു ശ്രമം നടക്കുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരവാദ സംഘടനകളുടെ, നേരത്തെ വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ചില കൈക്കടത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? സ്വാഭാവികമാണ്, പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗൾഫ് കേന്ദ്രങ്ങളിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ സ്വാധീനം, പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനം നോക്കൂ. പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലേക്ക് ഒഴുക്കിയ പണത്തിൽ 12,212 മലയാളികളുണ്ട്. നമ്മുടെ NIA-യുടെ അന്വേഷണത്തിലും നമ്മുടെ ED-യുടെ അന്വേഷണം 12,202 പേരായിട്ടുള്ള മലയാളികൾ അടക്കമുള്ള ആളുകളാണ് പണം ഒരുക്കിയിട്ടുള്ളത്. ഈ മലയാളികളുടെ സ്വാധീനം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു ചടങ്ങിലുണ്ടോ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി ഒരു സർക്കാർ സംവിധാനം അത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഞാനത് പറയുന്നത്, ഒരു നിരപരാധികളായ ആളുകളുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്തുകൊണ്ട് അവരെ രാജ്യവിരുദ്ധരാക്കുകയല്ല. ഇതിനകത്ത് നടന്ന ഗൂഢാലോചന, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനകത്ത് കൃത്യത വരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് ഞാൻ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവസാനത്തെ പൗരനെയും കൽത്തുറങ്കിലടയ്ക്കുക, രാജ്യത്ത് നിന്ന് പുറത്താക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതാണ് രാജ്യസ്നേഹം. അല്ലാതെ കപട മതേതര പാരമ്പര്യം കൊണ്ട് എല്ലാം സഹിക്കുക, ക്ഷമിക്കുക എന്ന് പറയേണ്ട ആ കാലഘട്ടം രാഹുൽ ഈശ്വര 16-ാം നൂറ്റാണ്ടിൽ 17-ാം ഹിന്ദു രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ആ ഹിന്ദു രാജാക്കന്മാർക്ക് ആ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ ഇന്റലിജൻസ് ബ്യൂറോ അടക്കം ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിനകത്തും ഇവർക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്, പോലീസിലടക്കം എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. ശ്രീമതി നുസ്രത് ജഹാൻ, ഇവിടെ ഒരു ഭാഗത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ രാജ്യത്തിനകത്ത് നിന്നുയർന്ന ഭാരത വിരുദ്ധ ശബ്ദങ്ങൾ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ഇത്തരത്തിൽ ഭാരതത്തെ വിമർശിക്കുന്ന സ്വരങ്ങൾ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അമർച്ച ചെയ്യാൻ ഭാരത സർക്കാരിന് കഴിഞ്ഞു. അതിനുശേഷം പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയായി ഭാരതം ഇങ്ങനെ പൊറുക്കിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കൃത്യമായി അവരിലേക്ക് തന്നെ എത്തി ഓരോരുത്തരെയും എണ്ണി എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഭാരതത്തിനകത്ത് ഇനി ഒരു രാജ്യവിരുദ്ധ ശബ്ദവും ഉയരില്ല, പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴങ്ങില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷമാണോ ഇപ്പോൾ അവരുടെ മറ്റൊരിടത്താവളമായ UAE-യിൽ ഇത്തരമൊരു സംഘടന ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? പലപ്പോഴും ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ പലയിടങ്ങളിലുണ്ട്, അവരിലുള്ള കുബുദ്ധി കേന്ദ്രങ്ങളും പല സംഘടനകൾക്കുള്ളിലുമുണ്ട്. അവർ അതാത് സമയങ്ങളിൽ അവരുടെ ആലോചനകൾ അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ പ്രാവർത്തികമാക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം പഹൽഗാം ആക്രമണം കഴിഞ്ഞപ്പോ തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള സ്ലോഗനുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. അങ്ങനെ എന്താണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത്, എന്താണ് മോദി നോക്കിയിരിക്കണം, മറ്റേത് ഇന്ത്യൻ പട്ടാളം ഇല്ലേ, ഇങ്ങനെ പറഞ്ഞ് വിമർശിച്ചുകൊണ്ടുണ്ടായിരുന്ന പോസ്റ്റുകൾ ഒരൊറ്റ ദിവസം സിന്ദൂർ ഓപ്പറേഷൻ ആ രാത്രി തുടങ്ങിയ അന്ന് തൊട്ടിട്ട് 24 മണിക്കൂർ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് നടക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇതുപോലുള്ള പണ്ഡിതന്മാരെ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ നേതാക്കന്മാരെ ഒന്നും ഒരു പോസ്റ്റോ സൈബർ അറ്റാക്കിനെ കണ്ടിട്ടില്ല. എന്റെയൊക്കെ പോസ്റ്റിന്റെ നമ്മൾ സിന്ദൂർ ഓപ്പറേഷത്തിന് അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ഒരു തെറി പോലും വിളിക്കാത്ത ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താ വെച്ചാല് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. നിങ്ങൾ ഇന്ന് മിണ്ടരുത്, ഇന്ത്യ യുദ്ധം ചെയ്യാണ്, ഇന്ത്യ പാകിസ്ഥാനെതിരെ അടിച്ചപ്പോ നിങ്ങൾ മിണ്ടരുത് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞത് കൊണ്ടാണ്. അല്ലാതെ വിവരമില്ലാത്ത ഒരു ഫേക്ക് ഐഡിയിൽ എഴുതുന്നതായിട്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ കറക്റ്റ് അജണ്ടയോട് കൂടി നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ ഓരോരുത്തരും നമ്മളെ പോലെയുള്ള ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നവരെ സംഖ്യയാക്കാനും
പിന്നെ ഇസ്ലാമിന്ന് പുറത്താക്കാനൊക്കെ വരുന്ന ഇവർക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസുകൾ ഉണ്ട്. പിന്നെ വസുദൈവ കുടുംബകം എന്ന് നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ച ഒരു രാജ്യമാണ് ഭാരതം. അത് ഇന്നും പോണ്. പാകിസ്ഥാന് വേർതിരിച്ച് അവർ രാജ്യം ഉണ്ടാക്കി. അത് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പറഞ്ഞത്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ കൈ ഈ ഭാരതത്തിലെ സ്ലീപ്പർ സെല്ലുള്ളതിൽ ഏറ്റവും അധികം കേരളത്തിൽ തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല രാഹുൽ. കാരണം അതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് തന്നെ അറിയാം. നമ്മളൊക്കെ പേഴ്സണലി പോലും ഇതാക്കുന്നതാ. ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പറഞ്ഞാൽ അവരൊരു ഹിന്ദുവിനോട് മാത്രമല്ല അവരുടെ വൈരാഗ്യം ഉള്ളത്. മുസ്ലിമായ ആള് അവര് പറയുന്ന അനുസരിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദു അല്ല. നമ്മള് അവസാന മതമാണ് ഇസ്ലാം അവസാനം ഉണ്ടാക്കിയ മതം. അതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആക്ച്വലി ഒറിജിനൽ ഇസ്ലാം ഇന്ത്യയിൽ ഉണ്ടായത് അഹമ്മദിയ ജമാഅത്ത് മൂവ്മെന്റ് ആണ്. അഹമ്മദിയ മൂവ്മെന്റാ ആക്ച്വലി അവര് ഇവിടെ ഉണ്ടായേ. അതാണ് അതിന് ശേഷം ഉണ്ടായത്. അങ്ങനെ കുറെ മുസ്ലിങ്ങൾ ലോകത്തിലെ അംഗീകരിക്കപ്പെട്ട എത്രയോ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഇവര് മാത്രം പറയണത് നമ്മള് പിന്നെ എന്താണ് സ്വർഗത്ത് പോണെങ്കിൽ ഇതിൽ വിശ്വസിക്കണം, രാഷ്ട്രം വേണം, ഇസ്ലാമിക രാഷ്ട്രം വേണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഉള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വഹാബികൾ പോലുള്ള ആൾക്കാർ ശക്തമായി അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും മീഡിയ ഹൈജാക്കിങ്ങും ഒക്കെ നമ്മൾ കാണണം. ഈവൺ ഒരു പിന്നെന്താ പറയാ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞ് ഇറങ്ങിയവർ പോലും ചെയ്യണം എന്താണ്, ജയിലിലുള്ള ഒരുത്തന് പോലും കോടികൾ പിരിച്ചെടുത്തപ്പോ അതിൽ കൈ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൽ നിന്നാണ് NIA കണ്ടെത്തി, അറിയാം. അപ്പൊ ഈ ലെവലിൽ പോകുന്ന ഒരു കേരളത്തിന്റെ പിന്നിൽ ഇതുപോലുള്ള പഹൽഗാം ആക്രമണത്തിന്റെ ഷഹീദ് അഫ്രീദിന്റെ പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് പൊട്ടന്മാരൊന്നുമല്ല ഇവരെന്തായാലും. നമ്മൾ അവരെ പാവങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഒക്കൂല. അവര് ചെയ്ത മഹാ തെറ്റന്നാണ്. അവരെ ഇന്ത്യയിൽ തിരിച്ചു വിളിപ്പിച്ചിട്ട് ചോദ്യം ചെയ്യണം. പാസ്പോർട്ട് റദ്ദാക്കിയോണ്ട് കാര്യമില്ല. ഇവരുടെ പിന്നിലുള്ളവരെ കണ്ട് ഇവര് ഫ്രണ്ട് ഫേസിൽ കളിച്ചവരാ. എന്നും ഫ്രണ്ട് ഫേസിൽ കഴിച്ച ആൾക്കാർക്ക് ഇവിടെ മതം മാറ്റിയവർക്ക് വരെ കോടികൾ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ ഒറ്റ വെള്ളിയാഴ്ചയോട് ഹാദിയന്റെ കേസ് നടത്താന് ഒരു കോടിയിലധികം രൂപ ഒറ്റ വെള്ളിയാഴ്ച കളക്ട് ചെയ്ത കേരളമാണ് നമ്മള്. എന്തിനു വേണ്ടി ഒരു ഹിന്ദു പെൺകുട്ടീനെ ഒരുത്തന് കൊണ്ടുപോവാ. എന്നിട്ട് എന്തായി ആ പെൺകുട്ടി എവിടെയുള്ളതെന്ന് പോലും ആർക്കും അറിയില്ല. അതേപോലെ ഇതുപോലുള്ള പിന്നെ കച്ചവടങ്ങൾ മുഴുവനും അവിടെ തന്നെയാണ് നടത്തുന്നത്. വേറെ ഒരു സ്റ്റേറ്റിൽ ഇതുപോലുള്ള നമുക്ക് കാണാം. നമ്മളെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഉണ്ടാവും. അതുപോലെ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് സിന്ദൂർ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച വന്നു. ഞാനത് ചോദിച്ചു സോഷ്യൽ മീഡിയയിൽ എന്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു, ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഒരു ആഹ്വാനം നടത്തിയോ നമ്മളെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക? എന്നെ വിളിക്കാത്ത തെറിയില്ല. ഞാൻ അച്ചടിച്ച എല്ലാ ഭാഷയിലുള്ള തെറി എന്നെ വിളിച്ചു. എന്തിനു വേണ്ടി? ഞങ്ങൾ മനസ്സിൽ രാജ്യത്തുണ്ട്. എവിടെ? അതേ ദിവസം ക്രിസ്ത്യൻ സഭ അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു. ഇവര് പിന്നെ കത്തുവാല പെൺകുട്ടിക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കും, ഹമാസിലുള്ളവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കും, പാലസ്തീനുള്ളവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കും. എന്താണ് പാകിസ്ഥാന്റെ ബോർഡറിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ മുസ്ലിം ആയവർക്ക് ഉണ്ടാവും. ഇറാന് വേണ്ടി കത്തിക്കുക, യമന് വേണ്ടിയിട്ട് എല്ലാം മുസ്ലിങ്ങള് അവിടെ അല്ലേ. പക്ഷെ ഒരു മെഴുകുതി ഒരു പ്രാർത്ഥന പണ്ഡിതരെന്നല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് എന്ന് മാത്രമല്ല ഒരു നവോത്ഥാന നായകന്മാരെയും നമ്മൾ കണ്ടിട്ടില്ല ഇത് സംസാരിക്കുന്നത്. ഇവരൊക്കെ എവിടെ പോയി? അത് കേരളത്തിനെ ഹൈജാക്ക് ചെയ്തു എന്ന് വേണം നമ്മൾ കണ്ടുവെട്ടാ. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റിലുള്ള കുറെ എഴുത്തുകാരും നല്ല നമ്മൾ ആഗ്രഹിച്ചിരുന്ന പ്രസംഗങ്ങളും എഴുത്തുകാരുള്ള കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ രാഷ്ട്രീയത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ അവരെയൊക്കെ വാക്കുകൾ ആഗ്രഹിച്ചിരുന്നു കേൾക്കാം. ഇന്ന് അങ്ങനത്തെ ഒരു വാക്കുകൾ നവോത്ഥാനത്തിന്റെയോ ഒരു സമാധാനത്തിന്റെയോ ഇവരെ ഒന്നും വായിന്ന് എന്താ വരാത്തെ? ഒരു പിന്നെ ചുംബന സമരം ഉണ്ടായാൽ പോലും തെരുവിലിറങ്ങി സമരം നടത്തും. ഇന്ന് അവരൊക്കെ എവിടെ? നമ്മളെ രാജ്യത്തെ പെണ്ണുങ്ങളെ സിന്ദൂരം അയച്ചപ്പോ ഒരു മോദിയും ഇന്ത്യന്റെ പട്ടാളം മാത്രമേ ചോദിക്കേണ്ടാൻ പാടുള്ളൂ. 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ രാജ്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണം. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സിന്ദൂരം അയച്ചിട്ടുണ്ടെങ്കിൽ ആര് തന്നെയായാലും അതിന് മറുപടി കൊടുക്കേണ്ടത് നമ്മളെ രാജ്യത്തിന്റെ ഓരോ പൗരന്റെ ആവശ്യമാണ്. ശക്തമായ മറുപടി തന്നെയാണ് നൽകിയത് എന്നുള്ളതാണ്. പക്ഷേ ചില ഛിദ്രശക്തികൾ ഇപ്പോഴും രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങേയറ്റം ഖേദകരമായ വസ്തുത. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി കണ്ടെത്തി
ഒരു നടപടിയിലേക്ക് കടക്കണം എന്ന് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? അതല്ല, നമ്മുടെ ആൾക്കാരാണ്, പാവപ്പെട്ട പ്രവാസി മലയാളികളാണ്, അവർ എന്തോ ജാഗ്രതക്കുറവ് കാട്ടി എന്നുള്ളൊരു ലളിതവൽക്കരണം ഇതിൽ ആവശ്യമുണ്ടോ? പച്ചയായ രാജ്യവിരുദ്ധത പറയുന്നവർക്ക് കൃത്യമായ മറുപടി തന്നെയല്ലേ നമ്മൾ നൽകേണ്ടത്? പെടുന്ന ആളുകൾ അവരുടെ നോട്ടപ്പശക് കൊണ്ടാണ് എന്ന ഒരു ലളിതയുക്തി ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഞാൻ ആ ഒരു വിശ്വാസത്തിൽപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായും ആഴത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള 2-3 ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഈ ക്യൂബ സംഘടന ദുബായിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യുസാറ്റിൻ്റെ അലുമിനൈ അസോസിയേഷൻ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ അലുമിനൈ അസോസിയേഷൻ, അവരെല്ലാം തന്നെ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ വിരുദ്ധത അവരുടെ പ്രവർത്തനത്തിൽ ഇന്ത്യക്കുള്ളിലുണ്ടായാലും ഇന്ത്യക്ക് പുറത്ത് വെച്ചുണ്ടായാലും ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവർ തീർച്ചയായും വിചാരണ ചെയ്യപ്പെടാം. അതിന് തക്ക കേസ് ഇൻ പോയിന്റ് എന്താണെന്നുള്ളതാണ് വിഷയം. കരുതി കൂട്ടിയുള്ളതാണോ അത് അന്വേഷണത്തിൽ മാത്രം തെളിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അന്വേഷണം നടത്താൻ തീർച്ചയായും വകുപ്പുണ്ട്, അതിന് കഴിയണം, തീർച്ചയായും അത് കഴിയണം. 2, ദുബായിലെ നിയമം അത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ നിയമം അനുസരിച്ച് അവിടെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും സംഘടനകൾ പ്രവർത്തിക്കാനും. ഇനി അവിടെ ഈ സംഘടന ഫോർമലി രജിസ്റ്റേർഡ് ആണോ, അല്ല എങ്കിൽ ഇൻ്റർനാഷണൽ ഒരു നീക്കത്തിലൂടെ ദുബായ് ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ UAE ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഈ സംഘടനയുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കേണ്ടതാണ്. അതിന് നയതന്ത്രപരമായ കാര്യങ്ങൾ നീക്കേണ്ടതാണ്. 2, 3, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി എനിക്ക് കാണാനാവുന്നില്ല. ഇതൊരു സീരിയസ്, ഇതൊരു പോളിസിയുടെ, ഇതൊരു ഇന്ത്യ വിരുദ്ധ ശക്തികൾ 100 കണക്കിന് സംഘടനകളുണ്ട് ഇതുപോലത്തെ. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് നിയന്ത്രിക്കാനാവില്ല. ഇത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? ഈ വിതിൻ കോട്ട്സ് പാവങ്ങൾ, ശ്രീ രാഹുൽ ഈശ്വർ ഉപയോഗിച്ച സാധുക്കളായ ആളുകൾ, പാവങ്ങൾ, അവരൊന്നും അറിയാത്ത ആളുകൾ, അങ്ങനെ നമ്മൾ ലാഘവത്തിൽ ഈ വിഷയം എടുക്കുകയാണെങ്കിൽ എത്രയോ സംഘടനകളുണ്ട്, അവരിലേക്ക് അന്തകവിത്തുകൾ പാകാൻ പാകിസ്ഥാനോ മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഒക്കെ സാധിക്കും. അതിന് നമ്മൾ വളം വെച്ച് കൊടുക്കണോ? അതുകൊണ്ട് ജാഗ്രതയാണ് പ്രധാനം. നേരത്തെ ശ്രീമതി നുസ്രത് ജഹാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ക്യാബിനറ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയ 7 ടീം അംഗങ്ങളോ ഒന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ജാഗ്രത വേണ്ടത് 142 കോടി ഇന്ത്യൻ പൗരന്മാരും ജാഗരൂകരാകേണ്ടതാണ്. അവിടെ ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ ക്യൂബ സംഘടന പോലെയുള്ള സംഘടനയിലെ ചില കേന്ദ്രങ്ങൾ ഈ പുഴുക്കുത്തുകളായി മറ്റാരുടെയോ താല്പര്യ പ്രകടനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇനി ഒരു സംഘടന ഇന്ത്യക്ക് വെളിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡയസ്പോറയിൽപ്പെടുന്ന സംഘടനകളുണ്ട്, ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് എന്തും പറയാം, ആരെയും വിളിക്കാം, എന്തും സംസാരിക്കാം. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യം, അപ്പം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വെളിയിൽ പോയി കഴിഞ്ഞു, അപ്പോൾ ഇന്ത്യക്കാരെന്നോ പാകിസ്ഥാൻകാരെന്നോ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യക്കകത്തുള്ളപ്പോഴല്ലേ ഈ പാകിസ്ഥാൻ വിരോധം? അങ്ങനെയല്ലല്ലോ. ഇത് പാകിസ്ഥാൻ വിരോധത്തിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ 26 പേരുടെ സിന്ദൂരം വായിച്ചു കളഞ്ഞ ആളുകളാണ്. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവനെ സ്വീകരിച്ച് ആനയിച്ച് വലിയ രീതിയിൽ ബൂം ബൂം വിളികളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷം, ഇതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വീഡിയോ ഫുട്ടേജ് ഉണ്ടല്ലോ, ഇതൊക്കെ ജീവിക്കുന്ന തെളിവുകളാണ്. ഇതെല്ലാം തന്നെ ഇതൊരു നിസ്സാരമായ സംഭവമാണെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒഴിയുകയാണല്ലോ. അങ്ങനെയല്ല, ഈ നിസ്സാരമായ സംഭവത്തിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ ലോകത്തെമ്പാടും പ്രചരിക്കും. ഇതായിരിക്കും പാകിസ്ഥാൻ അയച്ച 2 ടീമുകളുണ്ടല്ലോ. ഒന്ന് അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോയുടെ നേതൃത്വത്തിലുള്ള ടീം, പിന്നെ മറ്റൊരു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇഷ്ടക്കാരനായ ഒരാളുടെ നേതൃത്വത്തിലുള്ള ടീം. ഈ ടീമുകൾ പോയി പറയുന്നത് എന്താണ്? ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് അയച്ച ടീം പറയുന്നതൊന്നുമല്ല. ശശി തരൂറോ ജോൺ ബ്രിട്ടാസോ ET മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ കാനിമൊഴിയോ ഒന്നും പറയുന്നതല്ല ഇവിടെ സത്യം. ഇവിടെ ഇന്ത്യൻ പ്രവാസികൾ വലിയ നമ്പറാണ്, അമേരിക്കയിൽ വലിയ നമ്പറാണ്, UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ. അവരെ നോക്കൂ, അവർ പാകിസ്ഥാൻകാരോട് യാതൊരു വിരോധവുമില്ല, വലിയ ഐക്യമാണ്. അപ്പോൾ പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേലും ഇന്ത്യയുടെ ഈ ഒരു തിങ്ക് ടാങ്കിൻ്റെ മേലും എല്ലാ കുറ്റവും ചാരിക്കൊണ്ട്
അവർ എക്സോണറേറ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ്. ഇത് അനുവദിച്ച് കൊടുക്കാനാവില്ല. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാതൃകാപരമായ അന്വേഷണം നടത്തുകയും ഏതെല്ലാം നിയമങ്ങളാണ് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം വിദേശത്ത് ഇന്ത്യൻ പൗരന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. അല്ല എങ്കിൽ നാളുകളിലും ഇതേപോലെയുള്ളൊരു ലൈസൻസ് അവർക്കുണ്ട്. ആരെ വേണമെങ്കിലും വിളിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് ഉള്ള ഒരു നിലപാട് അനുവദിച്ചു കൊടുക്കാനാവില്ല. അതുകൊണ്ടാണ് ഇത് മുളയിലേ ഞുള്ളണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് UAE നിയമവും അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നെനിക്ക് ന്യായമായ ഇതൊരു സംശയമാണ്, എൻ്റെ ഒരു സംശയമാണ്. അത് പ്രോപ്പർലി രജിസ്റ്റേർഡ് ഒരു സംഘടനയാണോ എന്ന സംശയമുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയില്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഔപചാരിക സംഘടനയല്ല. അപ്പോൾ അങ്ങനെ ഊരും പേരുമില്ലാത്ത ചുമ്മാ ക്യൂബ എന്ന് പേരിട്ടൊരു സംഘടന. അപ്പോൾ ക്യൂബ എന്ന് പേരിടുമ്പോൾ തന്നെ നമുക്കൊരു ഊഹമുണ്ട്. അതിനകത്തൊരു ഒരു ക്യൂബ എന്ന് പറയുന്നത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു റാഡിക്കൽ ഒരു ലെഫ്റ്റ് മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രതിഫലനമാണ് സിംബോളിക്കലി ക്യൂബ എന്ന് പറയുന്നത്. ഇപ്പോഴങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ ആ പേരിന് പിന്നിൽ പോലുമുണ്ട് ചില ഔചാര്യം. പക്ഷേ ഇവിടെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. ഇവിടെ ശ്രീ റെജി ലൂക്കോസ് എടുത്ത നിലപാടിനോട് വളരെ അഭിമാനവും സന്തോഷവും തോന്നി. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു നിലപാടാവേണ്ടത്. അത് അവിടെയാണ് ഗവൺമെൻറ് എടുത്തതും ഇന്ത്യ രാജ്യം എടുത്തതും ഇന്ത്യയുടെ വിദേശ നയത്തിനുള്ള ന്യൂ നോർമൽ എന്ന ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പോലും വരുമ്പോൾ ചില ശക്തികൾ ഈ പറയുന്ന ഛിദ്രശക്തികളെ താലോലിക്കുന്ന ഒരു നിലപാട് വളരെ 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 നിന്ദ്യമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതെ, ശ്രീ റെജി ലൂക്കോസ്, ഇതേ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കും? ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന പുഴുക്കുത്തുകളെ കൃത്യമായി തന്നെ കണ്ടുപിടിച്ച് ഒരു നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമല്ലേ? എനിക്ക് അല്പസമയമാണ്. ആഫ്റ്റർ ഓൾ നമ്മളല്ല ഇന്ത്യക്കാരാണ്. ഞാനൊരു വിദേശ രാജ്യത്ത് കുറേ വർഷം ജോലി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പല അവിടെയൊക്കെയുള്ള പല സംഘടനകളിൽ അംഗത്വമുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഫൊക്കാനോ. പല ഭാഗ്യവശാൽ പല രാജ്യങ്ങളിലെയും മലയാളികളുടെയും മലയാളി എന്ന് പറയാനാണല്ലോ നമ്മളെ കൂടുതൽ വിളിക്കുന്നത് പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഏറ്റവും ഒടുവിൽ ഞാൻ പങ്കെടുത്തത് എത്യോപ്യയുടെ തലസ്ഥാനമായ ആഡിസ് സബാബയിലെ മലയാളികളുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിനാണ്. അന്ന് ആ പരിപാടി പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പങ്കെടുക്കുമ്പോൾ നമ്മുടെ എത്യോപ്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി മിസ്റ്റർ റോബർട്ട്, ഒരു മണിപ്പൂരി സ്വദേശി, അദ്ദേഹം ഇപ്പോഴും അവിടെ. അദ്ദേഹം ഉണ്ടായിരുന്നു, ഒരു എത്യോപ്യൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ലേഡി മിനിസ്റ്ററാണ്. ആ പരിപാടിയിൽ എന്റെ ഫ്ലൈറ്റ് ഇച്ചിരി താമസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയ ശേഷമായിരുന്നു. പക്ഷെ ഞാനായിരുന്നു അതിലെ ചീഫ് ഗസ്റ്റ്. ഉദ്ഘാടനം നമ്മുടെ അംബാസിഡറും അതിൽ സംസാരിച്ചവരും ഈ എത്യോപ്യൻ മിനിസ്റ്ററും അവിടെ ചെന്ന് ഞാനും എന്റെ രാജ്യത്തെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചത്. കാരണം എന്റെ രാജ്യം നമ്മളെ എത്ര വെളുപ്പിക്കാൻ തേച്ച് വെളുപ്പിച്ചാലും നമുക്കൊരു സായിപ്പാകാൻ പറ്റും. നമ്മൾ ഇന്ത്യക്കാരനാകുന്നേ. ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ചർച്ച പറഞ്ഞത് കേൾക്കുന്നവർ ശ്രദ്ധിക്കുമല്ലോ. ഞാൻ 2002 അമേരിക്കയിൽ ലാൻഡ് ചെയ്യുമ്പോൾ, ഞാൻ അതിനു മുമ്പ് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്, ചെയ്യുമ്പോൾ ഞാൻ അവിടെ കാണുന്ന വൈറ്റ്സിനോട്, ഞാൻ ഒരു വൈറ്റ്സിന്റെ കമ്മ്യൂണിറ്റി അടുത്ത ഉള്ളിലാണ് എനിക്ക് ഭാഗ്യത്തിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയത്. അവർക്കൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധി, രണ്ടാമത് മദർ തെരേസ എന്ന്. വേറെ ഒന്നും അറിയത്തില്ല. അതേസമയം നിങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അമേരിക്കയിലൊക്കെ വെച്ചല്ലേ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അഭിമാനമാണ്. മറ്റേത് നമ്മളെല്ലാം കണ്ട അറിയോ പാകിസ്ഥാൻ എന്ന് ആദ്യം ചോദിക്കുന്നത്. കാരണം ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിനു ശേഷം നമ്മളെ പോലെ ഏഷ്യനെ കണ്ട അവർ പാകിസ്ഥാൻ എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട് അറിയൂ പാകിസ്ഥാനിൽ നിന്ന്. അത് അല്ല നിങ്ങൾ കേട്ടോളൂ. പക്ഷെ ഇപ്പൊ നിങ്ങളവിടെ ചെന്നാൽ നമ്മുടെ അഭിമാനം ഉള്ളൊരു എന്താ കാരണം അറിയോ? ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇന്ത്യയെ കുറിച്ച് ഒരു പ്രൊപ്പഗാൻഡ അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അസോസിയേഷനുകളെല്ലാം അതിൽ മലയാളി സംഘടനകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ലോകവ്യാപകമായിട്ട് ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ, എന്റെ രാജ്യം ഇത്രയും മഹത്വരിപ്പിച്ച ഒരു രാജ്യമാണ്, ഇതിന് ചരിത്ര പശ്ചാത്തലങ്ങളും ഇതിന് സനാതന ധർമ്മങ്ങളും നാനാത്വത്വം ഏകത്വത്വവും ഞങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങളും ഞങ്ങളുടെ ചേരിതാരാതായി എന്നൊക്കെ പറഞ്ഞാൽ അവര് ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ പരിപാടിയിൽ. അവിടെയാണ് ഈ മണ്ടന്മാരെന്നല്ല പറയുന്നത്, ഈ അസംഭവങ്ങളാണ് ഇവരെ ഏത് ഭാഷ വിനിയോഗിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അവര് നാണം കെടുത്തത് ആരെയാ? ഈ രാജ്യത്തിന് ഇന്ത്യൻ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ സമൂഹം പാകിസ്ഥാൻ അനുകൂലികളാണെന്നുള്ളൊരു പ്രൊപ്പഗാൻഡ പാകിസ്ഥാന്റെ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാനും ലോകവ്യാപകമായിട്ട് ക്രൂഷ്യൽ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അവരതിന് വീഡിയോ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം. ഇദ്ദേഹം അവിടെ വരുമ്പോൾ ഞാൻ ഇന്ത്യൻ വിരുദ്ധനാണ്, എന്നാൽ ഞാൻ കേരളത്തെ ഇഷ്ടപ്പെടുന്നു ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യൻ വിരുദ്ധനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞപ്പോഴും കേരളത്തെ ഇഷ്ടപ്പെടുന്നു ഇവർ കൈയടിക്കുക. ഇന്ത്യ വിരുദ്ധത പറഞ്ഞ ഒരുത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവര് കൈയടിക്കുന്ന മണ്ടത്തരായിരിക്കും കാണിച്ചത്. അതിങ്ങി ഈ മനുഷ്യരുടെയൊക്കെ മാനസികാവസ്ഥ എന്താ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ അനുഭവം ഏതെങ്കിലും ഒരു അസോസിയേഷൻ നടത്തിയിട്ടുണ്ടോ? അത് ഗതികേട് നമ്മുടെ മലയാളികൾ നടത്തിയിട്ടുണ്ട് മീറ്റിംഗ് പ്രോഗ്രാമിൽ. ഇന്ന് അവർ ഗൾഫിലെയും വിദേശ നാടുകളിലെയും ഇന്ത്യൻ സമൂഹത്തിനെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ്. ഗൗരവതരമാണ് ഈ കുറ്റം.
പിന്നെ എനിക്ക് വേറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. എന്റെ സുഹൃത്ത് പ്രിഞ്ചു മഹാരാജ പറഞ്ഞതുപോലെ 100% എനിക്ക് യോജിപ്പില്ല. അതെന്താ വെച്ചാല് പിന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അത് ഒത്തുതീർപ്പിലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ട്രോളുകൾ നമ്മുടെ പിന്നെ സോഫിയ ഖുറേഷി നമ്മുടെ ഇന്ത്യൻ ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ് അവരും പറപ്പിച്ചൊരു വാഹനം അവരെ പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ അവരെ ഏതെല്ലാം രീതിയിൽ വേട്ടയാടി. അതുപോലെ തന്നെ ഒരു മധ്യപ്രദേശ് മന്ത്രി അവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്താ? അത് ആരുടെ പ്രൊഫൈലിൽ നിന്നാണ് കൂടുതൽ വന്നത്? ഏതെങ്കിലും ഇടതുപക്ഷക്കാരുടെ പ്രൊഫൈലിൽ നിന്നാണ് വന്നത്? അമിത രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന ഇവരുടെ ഭാഗത്ത് തന്നെ വന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. വെറുതെ എല്ലാത്തിലും കയറി മതം ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ ഈ മതമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഗൾഫിലെ മുഴുവൻ ആൾക്കാർ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. അവിടെ പാകിസ്ഥാനിയും ശ്രീലങ്കയും ഇന്ത്യക്കാരും ഒക്കെ മിങ്കിൾ ചെയ്താ ജീവിക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ പോലും അമേരിക്കയിൽ എന്റെ അയൽവാസി ഒരു പാകിസ്ഥാനിയായിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല കാണേണ്ടത്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. ഇനി ഈ സംഘടനയുടെ തലപ്പത്തുള്ള ഇസ്ലാമിസ്റ്റ് മുസ്ലിംസ് ആണോ? അതിനകത്തൊരു പിന്നെ ദീപു, ഞാൻ ദീപുവിന് പേര് പറയാൻ ആ പേര് ഇപ്പം വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യനാ. അതിലിപ്പോ കേരളത്തിലെ ഈ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവരുടെ എല്ലാ ലിസ്റ്റ് നമ്മുടെ ഉണ്ട്. ഞാൻ അവരുടെ പേര് പറഞ്ഞ് അവരെ അവമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവമാനിക്കാന്നുള്ളതല്ല, പക്ഷെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ അടിയുറച്ച് പറയുന്നു, അവരുടെ പേരിൽ നടപടി വേണം. ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രതിനിധികളാണ് അവർ ലോകത്തിൽ എവിടെ പോയാലും. ഒരു സംശയമില്ല കാര്യത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ മലയാളി പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഓരോ ഇന്ത്യക്കാരനും എത്ര അഭിമാനത്തോടെയാണ് അവിടെ സംസാരിക്കുന്നത്. ഇവന്റെയൊക്കെ മനസ്സിൽ എങ്ങനെ ഇപ്പൊ അവൻ അമേരിക്കയിലോ UK-ലോ പോയി സിറ്റിസൺഷിപ്പ് എടുത്താൽ പോലും മാതാപിതാക്കളെ മാറ്റിയവർ പറയാൻ പറ്റുമോ? സ്വന്തം മാതൃത്വത്തിന് പിതാവിനെ മാറ്റിയവർ പറയാൻ പറ്റുമോ? അവൻ ഇന്ത്യ ജനിച്ചോണ്ടല്ലോ അവിടെ പോയത്. ഈ രാജ്യം നൽകിയ സേവനങ്ങളല്ലേ അവനെ ഒരു ഇന്ത്യൻ പൗരനാക്കി മാറ്റിയത്. അതുകൊണ്ട് ഇതിനകത്ത് വിട്ടുവീഴ്ചയുടെ മനോഭാവം കാണിക്കരുത്. ഇതൊരു താക്കീതായിരിക്കണം. പിന്നെ അവരെ പെട്ടെന്ന് ഒരു കാര്യം മാത്രം നേരത്തെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് കൂടെ 2-3 വരി എടുക്കൂ. ഒന്ന്, രാഷ്ട്രമാണ് എല്ലാത്തിനേക്കാൾ വലുത്. പക്ഷെ രാഷ്ട്രത്തിനേക്കാൾ വലുതാണ് സത്യം. അഫ്രീദി ആ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ഇന്ത്യ വിരുദ്ധനാണ്, എനിക്ക് കേരളത്തിലെ ആഹാരം ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇന്ത്യ വിരുദ്ധതയൊന്നും ആ സ്റ്റേജ് പറഞ്ഞില്ല. അത് നമ്മൾ മറക്കരുത്. കേരള ആഹാരം കേട്ടതല്ലേ സാറേ? ഞാൻ അവിടെ പരിപാടിയുള്ള കേട്ടതല്ലേ? ശരി, രോഹിണിജി ആണെങ്കിലും ഞാൻ കേരളത്തെ പറഞ്ഞോ എന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞോ? അല്ല, പ്രിൻഡോജി പ്രിൻഡോജി എസ് എന്ന് പറഞ്ഞ അംഗീകരിക്കും. ഒരു സെക്കൻഡ് അല്ലല്ല, ഒരു ഒറ്റ ചോദ്യം ചോദിച്ചത് ശ്രദ്ധിക്കൂ. അല്ലല്ല, ഒരു സെക്കൻഡ് എന്റെ അവസരമാണ്. പ്രിൻഡോ പറഞ്ഞ ഞാൻ അംഗീകരിക്കും. അഫ്രീദി സ്റ്റേജിൽ നിന്ന് ഞാൻ ഇന്ത്യ വിരുദ്ധനാണെങ്കിലും കേരളത്തിലെ ആഹാരം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? പ്രിൻഡോ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? കാര്യം അങ്ങനെ പറഞ്ഞില്ല. ഒരു സെക്കൻഡ് സാർ, എനിക്ക് ഒരു വലിയ സമയമുള്ളൂ. അതുകൊണ്ടാ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് എതിരാളികളെ കുറിച്ച് പോലും സത്യം പറയാൻ പഠിപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഫ്രീദി നമ്മുടെ എതിർപക്ഷത്തുള്ളതാണ്. അഫ്രീദിയെ കുറിച്ച് പോലും ആയിക്കോട്ടെ, അതല്ലേ എതിർപക്ഷം എന്ന് ആലോചിക്കേണ്ടത്. സത്യം പറയുന്നതാണ് രാജ്യസ്നേഹം. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ രജി സാർ പറഞ്ഞില്ല. ഇനി പെട്ടെന്ന് പ്രിന്റോട് ഒരു വരി ഓർക്കണം. പോപ്പുലർ ഫ്രണ്ട് രാഹുൽ ഈശ്വറിനെതിരെയാണ് സുപ്രീം കോടതി പോയത്. അഖില ഹാദിയ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് സുപ്രീം കോടതി പോയത്. ഞാൻ ഒന്ന് ഓർത്തു നോക്കണം. അപ്പൊ നമുക്കൊരു മധ്യമാർഗം വേണം, നമുക്കൊരു ബാലൻസ് വേണം, നമുക്കൊരു ഇസ്ലാമിക ഭീകരവാദികളോട് സന്ധി ചെയ്യുന്നതാണ് ബാലൻസിംഗ്. മതഭീകരവാദികളോട് സന്ധി ചെയ്യുന്നതാണ് ബാലൻസിംഗ്. ആ ബാലൻസിംഗ് ഹിന്ദുക്കൾക്ക് ആവശ്യമില്ല രാഹുൽ ഈശ്വറെ. അങ്ങനെയുള്ള ഒരു ബാലൻസിംഗ് ഹിന്ദു സമൂഹത്തിന് ആവശ്യമില്ല. അല്ല, നിങ്ങൾ എന്ത് ബാലൻസിംഗ് ആണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ ബാലൻസിംഗ് എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ് രാഹുൽ ഈശ്വറെ? നിങ്ങൾ പല വിഷയങ്ങളിൽ ഹിന്ദു സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്നതിൽ മുന്നിൽ
മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് നിങ്ങളാണ്. ആദ്യ കേസ് ആയിക്കോട്ടെ, വഖഫ് ആയിക്കോട്ടെ, പല വിഷയങ്ങളിലും ഹിന്ദു സമൂഹത്തെ മുന്നിൽ നിന്ന് ഊറ്റിക്കൊടുത്തത് ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി നിങ്ങളാണ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. എൻഐഎ ഭരിക്കുന്ന മോദിജി അല്ലേ? 2007 അഖിലാദ്യ വിഷയം നടന്നത്. ഞാൻ കേന്ദ്രത്തിലെ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി പോയി ചോദിച്ചാൽ മതി. എല്ലാവരുടെയും കൂടെ സമ്മതത്തോടു കൂടിയാണ് ആ നിലപാടെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, അഖിലഹാദിയ വിഷയത്തില് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അഖിലഹാദിയ വിഷയത്തിൽ ഒറ്റിക്കൊടുത്തത് നിങ്ങളാണ്. ഒരു അച്ഛനെ, സ്വന്തം മകളെ നിരപരാധികളായി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ അന്ന് നിങ്ങൾ അശോകൻ എന്ന് പറയുന്ന പിതാവിന്റെ കൂടെ നിന്നുകൊണ്ട് അവരുടെ വീട്ടിൽ കയറി നിങ്ങൾ നടത്തിയിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ വിടുപണി, ആ വിടുപണിയാണ് സാർ, അങ്ങ് ചെയ്ത വിടുപണിയാണ്. ഇസ്ലാം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ അന്ന് ചെയ്തത്? അതുകൊണ്ട് ആ കണ്ണീരിൽ നിന്ന് ആ പിതാവ് ഇന്നും മോചിതനായിട്ടില്ല. പല ഘട്ടങ്ങളിലും ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ നാവായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളാണ് സാർ, നിങ്ങളാണ് സാർ. ഹിന്ദുവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഹിന്ദു നാമധാരികളായിക്കൊണ്ട് ഇവിടെ ഹിന്ദു സമൂഹത്തെ കേരളത്തിൽ നിന്ന് ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാൻ അല്ല, പ്രവാസി ലോകത്ത് ക്യൂബ പോലെ കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങളാണ് സാർ. എന്തായാലും ഷാഹിദ് അഫ്രീദിയുടെ വരവ് കേവലം യാദൃച്ഛികമെന്ന് തോന്നുന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള തികച്ചും ആസൂത്രിതം എന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ നീക്കം മലയാളി സംഘടന നടത്തിയത്. പാക് മാധ്യമങ്ങളടക്കം ഇത് ആഘോഷിക്കാനിടയായ സാഹചര്യത്തിലേക്ക് നയിച്ചവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് തന്നെ കടക്കണം. രാജ്യവിരുദ്ധത ഒരു തരത്തിലും വച്ചു പൊറുപ്പിക്കാനാകില്ല. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.